പ്രവചനം നിറവേറുന്നതോടെ അത് ചരിത്രമാവുകയാണ്. അതിൽ വിശേഷിച്ച് ഒരു രാജാവ് സ്ഥാനഭ്രഷ്ടനാകും എന്ന് പ്രവചിച്ചു എന്ന് വിചാരിക്കുക. നെബൂഖദ്നേസർ കാളയെപ്പോലെ പുല്ലു തിന്നും എന്ന് പ്രവചിച്ചു എന്ന് വരിക. അല്ലെങ്കിൽ നിനക്ക് ശേഷം നിന്റെ മകൻ അധികാരത്തിലെത്തില്ല എന്നൊരു പ്രവചനം വന്നു വിചാരിക്കുക ഒരാളോട്. അത് സംഭവിച്ചു കഴിഞ്ഞാൽ ചരിത്രമായി കഴിഞ്ഞു. ചരിത്രകാരന്മാർ അതിനെ മറ്റൊരു രൂപത്തിൽ രേഖപ്പെടുത്തും. അങ്ങനെ പ്രവചനം ചരിത്രമാകും. അപ്പോൾ ബൈബിളിലെ അതിൻ്റെ ദൈവീകതയെ തെളിയിക്കാൻ നമ്മൾ അവലംബമാക്കുന്ന ചില വഴികളാണ് ഈ പറഞ്ഞത്. അവ പഠിക്ക വഴി നമുക്ക് നാം കൈകാര്യം ചെയ്യുന്ന വിശുദ്ധ തിരുവെഴുത്തിനെ കുറിച്ച് വളരെ അഭിമാനം തോന്നുകയും അത് മറ്റൊരു കൃതി പോലെയല്ല എന്ന് ബോധ്യപ്പെടുകയൊക്കെ ചെയ്യും. ഞാൻ ഒടുവിൽ പബ്ലിഷ് ചെയ്തൊരു വീഡിയോ 2 ആഴ്ച മുമ്പ് എങ്ങാണ്ട് റെക്കോർഡ് ചെയ്തതാണ്. അത് ഇന്ന് തന്നെ ഇറങ്ങുന്നുണ്ട്. അതിൽ ഞാൻ ഒരു പ്രത്യേക സമൂഹം കണ്ടെത്തിയ പല കാഴ്ചപ്പാടുകളുടെയും ചില പൊരുത്തക്കേടുകൾ അതിൽ വിശദീകരിക്കുന്നുണ്ട്. അവരുടെ വീക്ഷണം അനുസരിച്ച് പകർച്ചവ്യാധി എന്നൊന്നില്ല. അവരുടെ മതഗ്രന്ഥങ്ങൾ തരുന്ന അറിവനുസരിച്ച് പകർച്ചവ്യാധി തെറ്റാണ്. പകർച്ചവ്യാധി എന്നൊന്നില്ല. അതിന് തെളിവ് കൂടി അവർ കൊടുക്കുന്നുണ്ട്. ഒരു മൃഗത്തിന് രോഗം വന്നു, ആ കൂട്ടിലെ സകല മൃഗങ്ങൾക്കും രോഗം വരുമ്പോൾ ഇത് പകർച്ചവ്യാധി അല്ലേ എന്ന് ആ മതത്തിന്റെ സ്ഥാപകന്റെ അരികിൽ അനുഗാമികൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുക, അങ്ങനെയാണ് ആദ്യത്തെ മൃഗത്തിന് ഇത് എങ്ങനെ ഉണ്ടായി എന്നുള്ള ഒരുതരം ന്യായമാണ്, ഫിലോസഫിക്കൽ ന്യായമാണ് അദ്ദേഹം വെക്കുന്നത്. പകർച്ചവ്യാധി ഇല്ല. ഓക്കെ, പകർച്ചവ്യാധി വേണ്ട. പക്ഷേ കോവിഡ് കാലത്ത് മുഖം മൂടിക്കെട്ടുന്ന അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷ നേടാൻ നടത്തുന്ന പലതരം പരിപാടികൾ എന്തിനെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. പക്ഷെ ബൈബിളിൽ ഇങ്ങനൊരു വചനം കാണിച്ചു തരാൻ പറ്റില്ല. ആധുനിക ശാസ്ത്രത്തോട് എതിരെ നിൽക്കുന്ന ഒരു കാര്യം ഒരിക്കലും കണ്ടെത്തി തരാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. കാലം എത്ര പുരോഗതി കൈവരിച്ചാലും വിശുദ്ധ ബൈബിള് അതിന്റെ യാഥാർത്ഥ്യബോധത്തോടെ നിലനിൽക്കും. അതുകൊണ്ട് എത്ര മുമ്പോട്ട് പോയാലും കാലം ഇനി എത്ര വർഷം കൂടി മനുഷ്യരാശിക്ക് ജീവിക്കാനുള്ള അവസരം ദൈവം തന്നാലും പുതിയ ഗവേഷണങ്ങൾ വന്നാലും ബൈബിളിൽ നിന്ന് നിങ്ങൾക്കൊരു കോൺട്രവേഴ്സി എടുത്തു കാണിക്കാനായിട്ട് പറ്റില്ല. ആധുനിക ജീവിതക്രമങ്ങളോട് സിദ്ധാന്തങ്ങളോടൊക്കെ പൊരുത്തപ്പെടാത്ത ഒരു വചനവും ഉണ്ടാവില്ല. നമ്മളൊരു ഒബ്ജക്റ്റീവ് മൊറാലിറ്റിയാണ് ക്രിസ്ത്യാനിറ്റി മുമ്പോട്ട് വെക്കുന്നത്, ഒരു ഒബ്ജക്റ്റീവ് മൊറാലിറ്റി. അതേപോലെ തന്നെ ക്രിസ്ത്യാനിറ്റിയുടെ ബിലീഫില് അതിന്റെ പ്രാക്ടീസിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അത് വെച്ചിട്ടുള്ള ധാർമ്മികത, എത്തിക്സ്. ഇവയെല്ലാം കൊണ്ട് നമ്മുടെ വിശ്വാസധാര സകല വിശ്വാസധാരകളിൽ നിന്നും എത്രയോ മുകളിലാണ്. അതിന്റെ കാരണം ഇത് മാനുഷികമല്ല, ദൈവീകമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ബൈബിളും പ്രൊവസീവ് എന്നുള്ളതിനെ പറ്റി പറയുമ്പോൾ ബൈബിളിനെ പറ്റിയുള്ള ഒരു മുഖവുര ആവശ്യമായത് മുമ്പൊരു ക്ലാസ്സിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ തന്നെ ചിലത് കൂടി ആഡ് ചെയ്യാം. ഞാൻ സ്ത്രീയുടെ സന്തതിയാണ് ഇന്നലെ അല്പം സൂചിപ്പിച്ച കാര്യം, അവിടേക്ക് വന്ന് നമുക്ക് നിർത്താം. ആദ്യം നമുക്ക് ഗ്രഹിക്കേണ്ടത് ഈ ബൈബിളിൽ പ്രവചനത്തിന് കൊടുത്തിട്ടുള്ള പ്രാധാന്യം എത്ര വലുതാണ് അത് ഒന്ന് സൂചിപ്പിക്കാം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ദസ് സെയ്സ് ദ ലോർഡ് എന്ന പ്രയോഗം ഏതാണ്ട് 2000-ലധികം തവണയുണ്ട് ബൈബിളിൽ. 2000-ലധികം തവണ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ ഇത്യാദി പ്രയോഗങ്ങൾ കാണാം. ഈ 2000-ൽ ഏതാണ്ട് 500 ആവർത്തി ഉള്ളത് പഞ്ചഗ്രന്ഥങ്ങളിലാണെന്ന് നോക്കണം. 500 ആവർത്തി. ഹിസ്റ്റോറിക്കൽ ബുക്സിലാണ് 500 ആവർത്തി ഉള്ളത്. പഞ്ചഗ്രന്ഥങ്ങളിലാണ് 500 ആവർത്തി ഉള്ളത്. ഇനി നമ്മള് പ്രവാചക കൃതികളുണ്ട്, എസെക്കിയേലും ദാനിയേലും ഒക്കെ അടങ്ങുന്ന പ്രോഫറ്റ്സിന്റെ കൃതികളുണ്ട്. തോറ നെബീം ഗത്തുബീം എന്നാണല്ലോ അതിന്റെ വിഭജനം തന്നെ. ആ തോറയിൽ തന്നെ നബീമിൽ കിടക്കുന്നത് 1200-ൽ പരം തവണയാണ്. 1200-ൽ പരം തവണ അവിടെ കിടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ സകല കൃതികളിലും താരതമ്യേന ചെറിയൊരു പുസ്തകമാണ് ഞാൻ ഓർത്തോട്ട് പറയാം, നമ്മുടെ മലാഖി. ആ മലാഖിയിൽ പോലും 24 തവണയാണ് നമ്മളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഞാൻ യാക്കോബിന്റെ ലേഖനങ്ങളിൽ പഠിക്കുകയാണ്. അവിടെ ചെറിയൊരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ 54 ആവർത്തിയാണ് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്നല്ല, 54 ആവർത്തിയാണ് ദൈവവചനമാണിതെന്ന് പറയത്തക്ക വിധത്തിൽ ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലെ താക്കീതുകൾ, മുന്നറിയിപ്പുകൾ ദൈവത്തിൻ്റെതാണ് എന്നുള്ള ആത്മാർത്ഥതയിൽ നിന്നുള്ള വാക്കുകൾ ഒക്കെ എത്ര തവണ എത്ര ആവർത്തിയാണ് പ്രകടിപ്പിക്കുന്നത് നിങ്ങൾ ഓർക്കുക. അപ്പോൾ ബൈബിളിന്റെ ആഭ്യന്തര തെളിവുകളിൽ, ഇന്റേണൽ എവിഡൻസസിൽ ഏറ്റവും പ്രധാനമാണ് ദസ് സെയ്സ് ദ ലോർഡ്, കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്നുള്ള പ്രയോഗം. അപ്പോൾ ഇത്
ഇതിലൊരു രസാവഹമായ ഒരു കാര്യം കൂടി കാണാം. ഓൾഡ് ടെസ്റ്റ്മെന്റ് പ്രോവർസിന്റെ ഒരു ശൈലി തന്നെയാണ് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. എന്നാല് ഇതിനെ ഒരു സൂപ്പർലെറ്റീവ് ഡിഗ്രിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രയോഗം ബൈബിളിൽ കാണാം. ഇതിന് മീതെ ഒരു കാര്യം പറയാനുണ്ടോ എന്ന് ഓർത്തി യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ദൈവവചനത്തോട് ബന്ധപ്പെട്ട ഒരു മനുഷ്യന് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. അതിനപ്പുറത്ത് നമുക്ക് പ്രസംഗിക്കാനില്ല. ഏറ്റവും വലിയ കാര്യം യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. അതിനപ്പുറത്ത് എവിടെയാ നമുക്കൊരു പ്രസംഗം? നമുക്കെവിടെയാണ് അതിനപ്പുറത്തൊരു സന്ദേശം വരിക? നിങ്ങൾക്ക് അതിനപ്പുറത്തേക്ക് ഒരു സെർമൺ, ഒരു യു കനോട്ട് പ്രൊഡ്യൂസ് എ മെസ്സേജ്, ഇതിന് മുകളിൽ നിങ്ങൾക്കൊരു മെസ്സേജ് പറയാനായിട്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിനപ്പുറത്തേക്കൊന്നും കണ്ടെത്താനാവില്ല. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഭൂമിയിലെ നമ്മുടെ പരിമിത ജീവിതത്തിൽ കൊടുക്കുന്ന സന്ദേശങ്ങളിൽ അതിന്റെ ക്ലൈമാക്സ് ആണ് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. എന്നാൽ അതിനു മീതെ ഉണ്ട് ബൈബിളിൽ. ഇതിനു മീതെയുള്ള യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന ആ സ്റ്റാറ്റസിന് മീതെ പറയുന്ന ഭാഗം ബൈബിളിലുണ്ട്. അത് ഒരാൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശുവാണ്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പ്രവാചകന്മാർ 2000-ലധികം തവണ ഓൾഡ് ടെസ്റ്റമെന്റിൽ പറയുമ്പോൾ യേശു പറയുന്നു, ഞാനോ നിങ്ങളോട് പറയുന്നു. നോക്കണം, അങ്ങനെ പറയാൻ യേശുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഞാനോ നിങ്ങളോട് പറയുന്നു. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒരു ഇടനിലക്കാരന്റെ ശബ്ദമാണെങ്കിൽ ഡയറക്റ്റ് മെസ്സേജ് ഞാനോ നിങ്ങളോട് പറയുന്നു. രണ്ട് കാര്യങ്ങൾ. ഒരു സ്രോതസ്സിൽ നിന്ന് 2 തരം കൈപ്പറ്റലാണ് ഈ ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. ഒറ്റ സ്രോതസ്. ഈ വചനം തന്ന അതേ വ്യക്തി ഒരു ഇടനിലക്കാരനെ വെച്ചിട്ട് ഒരു ജനതയോട് സംസാരിച്ചപ്പോൾ അത് കൈമറിഞ്ഞാണ് എത്തുന്നതെങ്കിൽ പുതുനിയമത്തിന്റെ പ്രത്യേകത ഡയറക്റ്റ് ഇന്റർഫിയറൻസ് ആണ്. ഞാനോ നിങ്ങളോട് പറയുന്നു. അപ്പോൾ ഇത് വ്യക്തമാക്കുന്ന ഒരു ഭാഗമാണ് എബ്രായ ലേഖനം 1:1 എന്ന് പറയുന്നത്. അവിടെ കൃത്യമായിട്ട് ഇത് വ്യക്തമാക്കി തരുന്നുണ്ട്. ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാർ അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രമുഖാന്തരം നമ്മോട് അരുളി ചെയ്യുന്നു. അപ്പോൾ 2 തരം സന്ദേശ രീതിയാണ് കണ്ടത്. യഹോവയുടെ നേരിട്ടുള്ള അരുളപ്പാട്. അപ്പോൾ ആ അരുളപ്പാട് ഒരു മനുഷ്യന് കൊടുക്കുമ്പോൾ ആ മനുഷ്യൻ തന്റെ ശൈലിക്ക് അനുസൃതമായിട്ട് ജനത്തിന് കൊടുക്കുന്നു. തന്റെ ഭാഷ, തന്റെ രീതി, തന്റെ ഉപമകൾ ഒക്കെ വെച്ചുകൊണ്ടാണ് അത് സംസാരിക്കുന്നത്. അത് എസെക്കിയേലിനെ എടുത്താലും യിരെമ്യാവിനെ എടുത്താലും എല്ലാം അങ്ങനെയുള്ള ഒരു രീതി കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ പ്രവാചകൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു പദമുണ്ട്. ആ പദം നവി എന്നാണ്. നവി, NAVI. അപ്പൊ ഈ നവി എന്ന പദപ്രയോഗം അതിന്റെ ശരിക്കുള്ള അർത്ഥം പ്രവാചകൻ തന്നെയാണ്. അതാണ് മുസ്ലിങ്ങൾ നബി എന്ന് പറയുന്നത്. ഹീബ്രുവിലെ പ്രയോഗമാണ് നബി എന്നുള്ളത്. അത് വായിക്കും ഇടയ്ക്കുള്ള ശബ്ദമാണ്. അത് നമ്മുടെ ഭാഷയിൽ അങ്ങനത്തെ പ്രയോഗങ്ങൾ കുറവാണ്. നബി എന്ന് പറയണം. അപ്പൊ ഈ നബി എന്ന് പറയുന്നത് നമുക്ക് ഒരു 100-300 തവണയെങ്കിലും ഓൾഡ് ടെസ്റ്റമെന്റിൽ കാണാം ആ ഒരു പ്രയോഗം. സത്യത്തിൽ പണ്ട് രാജാക്കന്മാരെയും ഇതേ പദത്തിൽ വിളിച്ചിരുന്നു. അത് വിളിക്കാനൊരു കാരണമുണ്ട്. ബൈബിളിൽ രാജാക്കന്മാരല്ല, ചരിത്രത്തിൽ പല രാജാക്കന്മാരെ നബി എന്ന് വിളിക്കാൻ കാരണം മെസൊപ്പൊട്ടേമിയയിലും മറ്റും ഈ രാജാക്കന്മാർ പുരോഹിതന്മാർ കൂടി ആയിരുന്നിട്ടുണ്ട്. നമുക്ക് ബാബിലോണിലെ ചരിത്രമൊക്കെ അറിയാമല്ലോ. രാജാക്കന്മാര് പുരോഹിതന്മാർ കൂടിയായിരുന്നു. ജാതീയ ദേവന്മാരെയൊക്കെ ആരാധിച്ചു പോരുന്ന പ്രവാചകന്മാരായ പുരോഹിതന്മാരും അവരായിരുന്നു. നിമ്രോദിന്റെ ചരിത്രത്തിലും ഒക്കെ അങ്ങനെ ഉണ്ട്. അപ്പൊ അതിന്റെ കാരണം ഗോഡ് അപ്പോയിന്റിങ് കിങ്. അപ്പോ കിങ് ഈസ് ദ മീഡിയേറ്റർ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ഒരു മധ്യസ്ഥനാണ് കിങ്. ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. അത് അങ്ങനത്തെ ഒരു രീതി. അതുകൊണ്ടാണ് ഈ തമ്പുരാനെ എന്നർത്ഥം വരുന്ന പദം കൊണ്ടൊക്കെ രാജാവിനെ വിളിച്ചത്. രാജാവ് സംരക്ഷകനായിട്ടൊക്കെ അറിയപ്പെട്ടത് അങ്ങനെയാണ്. അപ്പോൾ അതൊരു വലിയ സ്പിരിച്വലായ ആഴമൊന്നും ഇല്ലെങ്കിലും അതൊരു ബിലീഫാണ് അവരുടെ ഇടയിൽ. അപ്പൊ അതുകൊണ്ട് അക്കാഡിയൻ ഭാഷയിൽ നബി എന്ന പദം രാജാവിനെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ലിറ്ററലി നബി അർത്ഥം ഇതൊന്നും അല്ല, ഈ പറയുന്ന അർത്ഥമല്ല. ഞാൻ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ്. അതിന്റെ കാര്യകാരണങ്ങൾ കൂടിയാണ് പറഞ്ഞത്. രാജാവ് ദൈവത്തിങ്കൽ നിന്നാണ്. നമ്മുടെ തിരുവിതാംകൂർ രാജാക്കന്മാര് എല്ലാവരും ചെയ്യുന്ന സത്യപ്രതിജ്ഞ താൻ രാജാവല്ല, മറിച്ച് ശ്രീപത്മനാഭന്റെ ദാസനാണ് എന്നാണ് പറയുന്നത്. ശ്രീപത്മനാഭന് വേണ്ടി ഭരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് അവിടെ എല്ലാം സംസാരിക്കുന്നത്. അപ്പോ ഓൾഡ് ടെസ്റ്റമെന്റില് ഇതിനുള്ളൊരു മറുപടി എന്ന വണ്ണമാണ് എല്ലാ രാജാക്കന്മാരും യഹോവയുടെ ദാസന്മാരാണ്. കാരണം ദൈവഹിത പ്രകാരമുള്ളൊരു ഭരണമാണ് നിർവഹിക്കുന്നത്. ആ ഉറപ്പ് വരാൻ വേണ്ടി ചില നിബന്ധനകൾ പറയുന്നുണ്ട്. അത് രാജാവിനെ കുറിച്ച് ആവർത്തനം 17 പറയുന്ന ചില കാര്യങ്ങള്, നീ ഒരു രാജാവിനെ ആവശ്യമെന്ന് കണ്ടാൽ നീ ഒരു രാജാവിനെ തിരഞ്ഞെടുക്കാം, പ്രശ്നമില്ല.
പക്ഷെ അവൻ നിന്റെ കുലത്തിൽപ്പെട്ട ആളായിരിക്കണം. അടുത്ത പ്രധാന കാര്യം പറയുക, അവൻ തന്റെ ദൈവമായ യഹോവയുടെ ന്യായപ്രമാണത്തിന്റെ ഒരു പ്രതി സ്വന്തം കൈകൊണ്ട് എഴുതിയെടുക്കണം. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അവന് ഭാര്യമാർ അനവധി ഉണ്ടാകരുത്, അവന് അനവധി കുതിരകൾ ഉണ്ടാവരുത്. ഇങ്ങനെയൊക്കെ ഒരു കാര്യമുണ്ട്. ഇവിടെ ഒക്കെ പഠിക്കാൻ പാകത്തിന് വേറൊരു കാര്യം, ഇതെല്ലാം ലംഘിച്ച ആളാണ് സോളമൻ. ഈ പറയപ്പെട്ടതല്ല. അവന് കുതിരകൾ അനവധി ഉണ്ടായി. കുതിരകൾ വേണ്ടെന്നൊന്നും അർത്ഥമില്ല, കുതിരകൾ അനവധി ഉണ്ടായി. പിന്നെ സ്ത്രീജനത്തെ അനവധി സമ്പാദിച്ചു. അവന് ഭാര്യമാർ അനവധി ഉണ്ടാകരുത്, കുതിരകൾ അനവധി ഉണ്ടാകരുത് എന്ന് കൃത്യം പറഞ്ഞ സ്ഥാനത്ത് നിന്നാണ് അതിനെ ലംഘിക്കുന്ന ഒരാളായിട്ട് 12,000 കുതിരാലയങ്ങളും 12,000 കുതിരച്ചേവകരും 40,000 കുതിരാലയങ്ങളും എന്നൊക്കെ ഒരു കണക്കിടക്കുകയാണ്. അപ്പോൾ ഇത്രയും ചെറിയൊരു, ഞാൻ ഓർത്തിട്ടുണ്ട്, ഇത്രയും ചെറിയൊരു രാജ്യത്ത് ഇത്രയും കുതിരച്ചേവകര്, കുതിരയെ പായിക്കുന്ന ഇത്രയും 12,000 പേര്. നമ്മൾ IPC ചർച്ചകൂടും എല്ലാ സഭകളുടെ പാസന്മാരെ കൂട്ടിയ ഇത്രയും കാണത്തില്ല. ഇത്രയും പേരെ എന്തിനാണ് ഇയാൾ കൊണ്ടുവരുന്നതെന്നൊരു പിടിയില്ല. ഈ 120 മൈലേ ഉള്ളു രാജ്യം. അവിടെയാണ് ഈ 12,000 കുതിര ചേവകരും 40,000 കുതിരാലയങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത്. ഒരുതരം വല്ലാത്ത ഹരമാണ് പുള്ളിക്ക് ജീവിതത്തോട്, അങ്ങനെയുള്ള ഒരു രീതി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ജീവിതം കൊണ്ടാണ് സോളമൻ പരാജയപ്പെടുന്നത്. ദൈവജനത്തിനെതിരാണ്. ആവർത്തനം 17 സോളമനും തമ്മിലൊന്ന് കമ്പയർ ചെയ്താൽ മനസ്സിലാകും അയാളുടെ തോൽവി എവിടെയായിരുന്നു എന്നുള്ളത് കൃത്യം പിടികിട്ടും. അപ്പോൾ പറഞ്ഞത് കിങ്ങിന് ചില നിബന്ധനകൾ വച്ചിട്ടുണ്ട്, അതെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ചു വരാം, വിഷയം വിട്ടുപോയതല്ല. അപ്പോ നബി എന്നൊരു പേരുണ്ട്. മറ്റൊന്ന് ദർശകൻ എന്നർത്ഥം വരുന്ന ഒരു പദപ്രയോഗം. ദർശകൻ, സിയർ എന്നാണല്ലോ പറയുക. സിയർ ആൻഡ് പ്രോവർ, ദർശകൻ. എടോ ദർശക എന്ന് ആമോസിനെ വിളിക്കുന്നുണ്ട്, ദർശകൻ. അപ്പൊ ഈ ദർശകൻ എന്ന പ്രയോഗമുണ്ട്. അതിന് കൊടുക്കുന്നത് റോയഹ് എന്നൊരു എബ്രായ പദമാണ്. റോയഹ്, റോയഹിന്റെ സ്പെല്ലിംഗ് ROEH ആണ്. റോയഹ് എന്ന് വായിക്കണം. റോയഹ് എന്ന് പറയുന്ന ഇത് കൂടാതെ കോസൈ എന്നൊരു പ്രയോഗമുണ്ട്. ഹോസൈ, ഹോസൈ, ഹോസയും റോയഹും നബിയും, ഇതാണ് മൂന്ന് പ്രധാനപ്പെട്ട പദങ്ങൾ. പ്രവചനത്തിന് കിടക്കുന്ന പദം നിബ്ബ എന്നാണ്. NIVVA, വായ്ക്ക് W വരും. അതൊക്കെ നമ്മുടെ ഭാഷ ഇല്ലാത്ത ഒരു ശൈലിയാണ്. അപ്പോ നിബ്ബ എന്ന പദമുണ്ട് പ്രവചനത്തിന്. പ്രവചനത്തിന് പിന്നെ അരുളപ്പാടെന്നാണ് പൊതുവെ പറഞ്ഞു വരുന്നത്. ഇനി ഇത് ശരിക്കും വ്യത്യസ്തങ്ങളായ ആശയത്തിൽ ഈ പദങ്ങളെല്ലാം തന്നെ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷേ ഞാൻ ഇന്നലെ പറഞ്ഞതിലേക്ക് നേരെ വന്നിരിക്കുന്നു. ബൈബിളിലെ ആദ്യത്തെ ഏറ്റവും ശക്തിമത്തായ പ്രവചനം എന്ന് പറയുന്നത് ഉൽപ്പത്തി 33:15 ഞാൻ പറഞ്ഞു പ്രോട്ടോ ഏവൻഗെലിയോൻ, അതാണ് അതിന്റെ പദപ്രയോഗം. പ്രോട്ടോ ഏവൻഗെലിയോൻ. ഇന്നതിന്റെ ആ ഒരു ത്രെഡ് ഒന്ന് സൂചിപ്പിച്ച് നിർത്താം എന്ന് എനിക്ക് തോന്നുന്നു, സമയം എത്തുമ്പോഴേക്കും. അതായത് സ്ത്രീയുടെ സന്തതി, സീഡ് ഓഫ് ദ വുമൺ. അപ്പൊ ഇത് ആണ് ഉൽപ്പത്തി 3:15. ഇത് വളരെ വളരെ ആവേശജനകമായ ഒരു പ്രവചനമാണ്. സ്ത്രീയുടെ സന്തതി പാമ്പിന്റെ തല തകർക്കും, സർപ്പത്തിന്റെ തല തകർക്കും. അപ്പോൾ ഇത് ദൈവം തന്നെ സംസാരിക്കുന്ന കാര്യമാണ്. അപ്പൊ പ്രവചനം എന്ന് പറഞ്ഞാലും ഇത് ദൈവത്തിന്റെ നേരിട്ടുള്ള അരുളപ്പാട് മോശ എഴുതുകയാണ്, ഉൽപ്പത്തിയിൽ എഴുതുകയാണ്. ദൈവത്തിന്റെ ആ ഡയറക്റ്റ് വാക്കുകൾ, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും എന്നുള്ള ഈ കാര്യം. ഇതിലൊരു കാര്യം കൂടി കാണേണ്ടത്, ഈ മോശ എന്ന മനുഷ്യൻ എത്ര ജൂനിയറാണെന്ന് ഓർക്കുക. അബ്രഹാമിനേക്കാൾ ജൂനിയറാണ്. ഒത്തിരി, ഈ ക്രിസ്തുവിന് ഒരു 2000-ൽ പരം വർഷത്തിലെ അകലമാണ് മോശക്കുള്ളത് കർത്താവായിട്ട്. അപ്പോൾ ഇത്രയും കാലത്തിന് മുമ്പാണ് അബ്രഹാം ജീവിച്ചിരിക്കുന്നത്. ഒരു 450 കൊല്ലം കൂടി മുമ്പാണ്. ഇപ്പൊ 2500 കൊല്ലം അവിടെ പഴക്കം. അവിടുന്ന് പിന്നോട്ടിറങ്ങുക, കാലം ഒത്തിരി പിന്നോട്ട് കിടപ്പുണ്ട്. അപ്പൊ അത്രയും മുമ്പ് ആദം ഹവ്വമാരുടെ സൃഷ്ടി, ഏദന്റെ സൃഷ്ടി, ആദം ഹവ്വമാരുടെ സൃഷ്ടി, കൈൻ ഹാബേൽ സംഘട്ടനം, ഇവയെല്ലാം തന്നെ കൃത്യമായി കണ്ടെത്തുന്ന രീതി എങ്ങനെയാണ്? അപ്പോൾ ഒരു കാര്യം ഓർക്കുക, ദർശകന്റെ, പ്രവാചകന്റെ മനസ്സ് ദൈവം ഭൂതഭാവി കാലങ്ങളിലേക്ക് ഒരുപോലെ കൊണ്ടുപോകും. കഴിഞ്ഞതും പറയാം, വരാനിരിക്കുന്നതും പറയാം. അപ്പൊ നിങ്ങൾക്ക് മറ്റ് ഭയം വഴി, നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ എന്നെക്കാൾ മൂന്ന് ദൈവാസന്മാരോടല്ല ഞാൻ പറയുന്നത്. അപ്പം ഭയം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു കാര്യം, ഭയം വരുന്നില്ലെങ്കിൽ ഒരു കാര്യം പറയാം. ഈ ചില ആളുകള് എങ്ങനെയാണ് ചില പൈശാചിക കാഴ്ചകൾ കാണുന്ന എങ്ങനെയാണ്? ഇപ്പോ ചില ഹോട്ടലിൽ പാർക്കുന്ന, ഒരു ഹോട്ടലിൽ പാർത്ത ഒരു മനുഷ്യന്റെ അവസ്ഥ കിട്ടും. അയാൾ കിടക്കുന്ന ആ റൂമിൽ കണ്ണു തുറന്നു നോക്കുമ്പോൾ ഒരു സ്ത്രീ തൂങ്ങി നിൽക്കുന്ന രൂപം. അപ്പൊ അവള് ആത്മഹത്യ ചെയ്തൊരു സ്ത്രീ.
ഇയാൾ കണ്ണു തുറക്കുമ്പോൾ ഈ സ്ത്രീ അവിടെ അക്ഷരാർത്ഥത്തിൽ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന കാഴ്ച. അലറി വിളിച്ചു. കണ്ണടച്ചൊരിത് അയാൾ ബുദ്ധിമുട്ടി പുറത്തിറങ്ങിയിട്ട് റൂം ബോയിയെ വിളിച്ചിട്ട് അയാൾ നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല. പുള്ളി കറക്റ്റ് കാണുകയാണ്. അപ്പോൾ അയാൾക്ക് റൂം വേറെ കൊടുത്തു. റൂം കൊടുത്തിട്ടും അയാൾക്ക് ഉറക്കം വന്നില്ല. പിറ്റേന്ന് ഈ റൂം ബോയ് പറഞ്ഞു അവിടെ ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്ത. എങ്ങനെയാണിത് കണ്ടത്? ഇതുമായിട്ടൊരു പരിചയം. ഇനി ഓർമ്മയെന്ന് മനഃശാസ്ത്രപരമായിട്ടൊക്കെ ഉള്ള പ്രശ്നമാണ്. ആധുനിക മനഃശാസ്ത്രം അതിന് കുറെ അർത്ഥങ്ങൾ. അപ്പോൾ എപ്പോഴും ഈ മനഃശാസ്ത്രം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിർവഹിക്കാൻ ഇഷ്ടപ്പെടുന്ന കാര്യം അങ്ങനെയൊന്നില്ല, അതൊരു തോന്നലാണ് എന്ന് വരുത്തി തീർക്കാനാണ്. അതൊരു തരം ദുശാഠ്യമാണ്. അങ്ങനെ തോന്നലിൽ ഉണ്ടാകാം, സംശയമില്ല, തോന്നൽ കൊണ്ടൊക്കെ ഉണ്ടാകാം. പക്ഷെ ഇതുമായിട്ട് ഒരറിവുമില്ലാത്ത ഒരാളിന് എങ്ങനെയാണാവോ ഇതുണ്ടാവുക? അപ്പൊ ഇതൊരു തരം ടൈം സ്ലിപ്പാണ് വാസ്തവത്തിൽ. ടൈം സ്ലിപ്പ് എന്ന് പറഞ്ഞാല് നമ്മളായിരിക്കുന്ന ഇടത്ത് നിന്ന് ഭൂതകാലത്തിലേക്ക് മനസ്സ് പാഞ്ഞെത്തുന്ന ഒരവസ്ഥാവിശേഷം മനുഷ്യനുണ്ടാവുകയാണ്. അപ്പൊ ഭൂതകാലത്തേക്ക് എത്തുന്ന ഒരവസ്ഥയിൽ മനുഷ്യനായി പോവുകയാണ്. അതുകൊണ്ടാണ് ഒരാളൊരു സ്ഥലത്തൊരു കാഴ്ച കാണുന്നു, ബാക്കി ആരും കാണുന്നില്ല, അയാൾ മാത്രം കാണുന്നു. ആ കാഴ്ച റിയലായി മാറും. അപ്പൊ ഭൂതകാലം എന്ന് പറയുന്ന ഒന്നിലേക്ക് മനുഷ്യൻ അവന്റെ പ്രയത്നം കൊണ്ട് പോകാൻ പറ്റില്ല. ഒരിക്കലും മനുഷ്യന് തപസ് കൊണ്ടൊന്നും പോകാൻ പറ്റില്ല. പക്ഷെ ഓട്ടോമാറ്റിക്കായിട്ട് ചിലപ്പോൾ മനുഷ്യന്റെ ചിലതരം കാര്യങ്ങൾ ചില ഘട്ടങ്ങളിൽ അവൻ ഭൂതകാലത്തിലേക്ക് ചെല്ലാൻ പറ്റും. പക്ഷെ ദൈവത്തെ സംബന്ധിച്ചുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ദൈവത്തിന് ഭൂതകാലം എന്നൊന്നില്ല, ഭാവി കാലവും ഇല്ല. ദൈവത്തിനെല്ലാം ഒരുപോലെയാണ്. എക്സാമ്പിൾ, നമ്മൾ ഈ നിത്യതയ്ക്ക് ഒരു നീണ്ട രേഖ വരയ്ക്കുമ്പോഴാണ് നമുക്ക് പുരാതന നിത്യതയെന്നും വരാനിരിക്കുന്ന നിത്യതയെന്നും തോന്നുന്നത്. വാസ്തവത്തിൽ പുരാതന നിത്യതയില്ല, വരാനിരിക്കുന്ന നിത്യതയില്ല. മനുഷ്യൻ പറയുന്നതാണ്, മനുഷ്യൻ പഠനാർത്ഥം പറയുന്നതാണ്. അല്ലെങ്കിൽ അച്ചുതണ്ട്, ഭൂമിക്കൊരു സാങ്കല്പിക അച്ചുതണ്ട് ഉണ്ടെന്ന് പറയുന്നത് പോലെ പറയുന്നതാണ്. അങ്ങനെ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. പുരാതന നിത്യതയും വരാനിരിക്കുന്ന നിത്യതയും എന്ന് പറയാൻ പറ്റുള്ളൂ. നിത്യതയെ ഒരു വൃത്തത്തോടെ നിങ്ങൾ ഉപമിക്കുക, ഒരു സർക്കിള്. ആ സർക്കിളിൽ എവിടെങ്കിലും നിങ്ങൾ കോമ്പസ് കൊണ്ട് വരച്ച ഒരു സർക്കിളിൽ എവിടെങ്കിലും നിങ്ങൾ പേന കുത്തിയാൽ അതാണ് ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു എന്ന് അവിടുന്ന് പറയാൻ പറ്റുന്നത്. അല്ലാതെ ഒരു നേർരേഖ വരച്ചിട്ട് അതിന്റെ മുമ്പിൽ ഈ പേന കുത്താൻ പറ്റില്ല. കാരണം അതിന്റെ പുറകിലും കാലം കിടപ്പുണ്ട്. ആ ഉൽപ്പത്തി പറയുന്ന സംഭവങ്ങളുടെ പുറകിലേക്ക് കാലം കിടപ്പുണ്ട്. ആ കാലം അവിടെ കിടക്കുകയാണ്. അത് അടയാളപ്പെടുത്താൻ രേഖ പിന്നോട്ട് വരയ്ക്കാനായിട്ട് പറ്റില്ല. അപ്പൊ പിന്നെ എന്താണ് ചെയ്യുക? ഇനി അങ്ങനെ ഒരു രേഖ പിന്നോട്ട് വലിച്ചാലും ജോയിൻ ചെയ്യിക്കേണ്ടി വരും. അത് തിരിച്ച് വൃത്തമായിക്കൊണ്ടിരിക്കും. അപ്പോൾ സത്യത്തിൽ നിത്യത എന്ന് പറയുന്നത് ഈ സർക്കിളാണ്. ഈ സർക്കിളിന്റെ ഒരു വ്യവഹാര മേഖലയിലാണ് നമ്മൾ ഈ ഭൂമിയിൽ ഇരിക്കുന്നത്. അതിന്റെ ചലനം വളരെ 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 സൂക്ഷ്മാംശങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അപ്പൊ നമ്മള് പുരാതന നിത്യതയെന്നും അല്ലെങ്കിൽ വരാനിരിക്കുന്ന നിത്യം എന്ന് പറഞ്ഞാൽ കറങ്ങിത്തിരിഞ്ഞ് പിന്നെ ഉൽപ്പത്തിക്ക് പിന്നിൽ തന്നെയാണ് ചെല്ലുന്നത്. അതിനാണ് പറയുന്നത്, പിതാവേ ആദിയിൽ നിന്റെ അരികിൽ ഉണ്ടായിരുന്ന മഹത്വത്തിലേക്ക് എന്നെ ചേർക്കണം. അതാണ് യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് പറയുകയാണ്, കർത്താവേ പിതാവേ നിന്റെ അരികിൽ എനിക്കുണ്ടായിരുന്ന മഹത്വം, ആദിയിൽ നിന്റെ അരികിൽ ഉണ്ടായിരുന്ന മഹത്വത്തിലേക്ക് എന്നെ ചേർക്കണം. ഈ മഹത്വം വെടിഞ്ഞാണ് കർത്താവ് ജഡത്തിൽ വെളിപ്പെട്ടു വന്നത്. ആ മഹത്വം, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു വന്ന എവിടെ നിന്നാണ്? പണ്ട്. അത് നമുക്കാണുള്ളത് പണ്ട്, അതുകൂടി പറയാം. അപ്പോൾ ആ മഹത്വം താഴെ വെച്ചിട്ട് നമുക്ക് വേണ്ടി വന്നിട്ട് എത്രത്തോളം താഴാം, അങ്ങനെ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അതാ ഫിലിപ്പിലേനും പറയുന്നത്. കെനോസിസ് തിയറി അത് തന്നെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ പ്രയാണം മുമ്പോട്ടാണ്, പക്ഷെ അത് എത്തുന്നത് നമുക്ക് പിന്നിൽ തന്നെയാണ്. ആദം ഭവമാരുടെ പിന്നില്, അല്ലെങ്കിൽ ഏദന്റെ പിന്നില്, സൃഷ്ടിക്കൊക്കെ ആരംഭത്തിൽ അങ്ങനെ നമ്മൾ വീണ്ടും കറങ്ങി തിരിഞ്ഞില്ലാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഭാവി എന്ന് പറയുന്നത് തിരിച്ച് ഇതേ സ്ഥലത്ത് തന്നെയാണ് നമ്മൾ എത്തുന്നത്. കാരണം നമുക്ക് ടൈമുണ്ട് എന്നുള്ളതാണ്. ദൈവം ടൈമില്ലാത്ത ആളാണ്. സ്ഥലം കാലം ഇവ ബാധിക്കാത്ത ആളാണ്. സ്ഥലത്തിനും കാലത്തിനും അതീതമാണ്. ടൈമും സ്പേസും ദൈവത്തിനില്ല. അപ്പൊ ടൈമിനും സ്പേസിനും അതീതനായവന് ടൈം ഇല്ലെങ്കിൽ പിന്നെന്ത് ഭൂതകാലം, ടൈം ഇല്ലെങ്കിൽ പിന്നെന്ത് ഭാവി കാലം, ടൈം ഇല്ലെങ്കിൽ പിന്നെന്ത് കാലമില്ല. അതാണ് കാര്യം. അപ്പോ നമ്മളെയും കൊണ്ടുപോകുന്ന അങ്ങനെ ടൈംലെസ് പാസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത് സാങ്കേതികമാണ്. അങ്ങനെ ഒരു സംഭവമില്ല. ടൈംലെസ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. കാരണം എന്താ, നമുക്ക് ഫ്യൂച്ചറും പാസ്റ്റും ഒക്കെ ഉണ്ട്. പക്ഷെങ്കിൽ സംഭവം ഇത്രേ ഉള്ളൂ, ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചാക്കിയ ആ പഴയ അവസ്ഥയിലേക്ക് തന്നെയാണ് നമ്മൾ തിരിച്ചു ചേരുന്നത്. തിരിച്ചങ്ങോട്ട് ചെല്ലുകയാണ്. ദൈവം മനുഷ്യരാശിക്ക് ഒരുക്കി വെച്ച കാര്യങ്ങളെല്ലാം അങ്ങനെയാണ്. അപ്പൊ തിരിച്ച് നമ്മൾ അവിടേക്ക് തന്നെയാണ് ചെല്ലുന്നത്. ആ പൊസിഷനിലേക്ക് തന്നെ ചെല്ലുകയാണ്. അപ്പൊ അത് നിസ്സാരമല്ലത് കണ്ടെത്തുക എന്നുള്ളത്. അപ്പൊ ഒരാൾ ഭാവിയെ ദർശിച്ചു എന്ന് പറഞ്ഞാൽ അയാൾ ഭൂതകാലത്തെയും ദർശിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് കഴിഞ്ഞതും വരാനിരിക്കുന്നതും പ്രവാചകന് പറയാൻ പറ്റുന്നത്. ഇതുകൊണ്ടാണ് നമ്മളെ സംബന്ധിച്ചാണ് കഴിഞ്ഞത്, ഇനി വരാനിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ചിലതേ നമ്മൾ അറിയുന്നുള്ളൂ. കഴിഞ്ഞ കാര്യത്തെയാണ് ചരിത്രം എന്ന് പറയുന്നത്. സംഭവിച്ചു കഴിഞ്ഞതാണ് ചരിത്രം, സംഭവിക്കാനിരിക്കുന്നതാണ് പ്രവചനം.
അവ നിങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നു. സംഭവിച്ചു കഴിഞ്ഞതെല്ലാം ചരിത്രമാണ്, സംഭവിക്കാനുള്ളത് പ്രവചനമാണ്, ഫോർ ടോൾഡ് ആണ്, പ്രീ ടോൾഡ് ആണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഹിതം പ്രവചിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ അതിലേക്ക് നമ്മൾ കറങ്ങി തിരിഞ്ഞ് അവിടെ തന്നെ വരും. ആ സ്ഥലത്തേക്ക് തിരിച്ചു വരുന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിത്യത എന്ന് പറയുന്നത്. അപ്പൊ ഇവിടേക്ക് ചില ഘട്ടങ്ങളിൽ നമ്മളെയും ദൈവം ഈ വഴിക്ക് കൊണ്ടുവരും ഡയറക്റ്റ് ആയിട്ട്. അതായത് നമ്മൾ ഇങ്ങനെ നമ്മുടെ വിഷയത്തിൽ ഈ സർക്കിൾ മുമ്പോട്ട് യാത്ര ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ പോയി കറങ്ങി തിരിഞ്ഞു ഇവിടെ വരും. പക്ഷെങ്കിൽ മോശയ്ക്ക് അങ്ങനെ കറങ്ങേണ്ടി വന്നില്ല. അദ്ദേഹം ആ സർക്കിളിൽ നിന്ന് തിരിച്ചു ചെല്ലുക, നമ്മൾ ചെല്ലുന്ന സ്ഥലത്തേക്ക് ഷോർട്ട് കട്ട് എടുത്ത് ചെല്ലുകയാണ്. ഷോർട്ട് കട്ട് എടുത്ത് ചെല്ലാൻ കാരണമുണ്ട്. ക്രിസ്തുവിന്റെ നിന്നയെ ചുമക്കുന്ന മോശയെ നമ്മൾ തിരുവെടുത്തി കാണുകയാണ്, ക്രിസ്തുവിന്റെ നിന്ന ചുമക്കുന്നവൻ. അപ്പൊ ക്രിസ്തുവിനോടുള്ള മോശയുടെ ബന്ധം ഈ നമുക്കൊക്കെ മുമ്പേ തുടങ്ങിയതാണ്. അവിടെ ചെല്ലുമ്പോൾ ഒരു കാഴ്ച കാട്ടിക്കൊടുത്തു. എന്താ കാഴ്ച എന്നറിയണ്ടേ? അതൊരു ലിമിറ്റാണ്. ഒരു കാഴ്ചയോട് കൂടി അപ്പുറത്തേക്ക് പിന്നെ പ്രവേശനമില്ല. അവിടെ വരെ നമുക്ക് ഇപ്പോൾ ഉള്ളൂ. എന്താ കാട്ടിക്കൊടുത്തത്? ആദം ജനിക്കും മുമ്പ്, അബ്രഹാം ജനിക്കും മുമ്പ്, നോഹ ജനിക്കും മുമ്പ്, ആദം ജനിക്കും മുമ്പ് ഉണ്ടായിരുന്നൊരവസ്ഥ കാട്ടിക്കൊടുത്തു. ആദിയിൽ ദൈവം സ്വർഗവും ഭൂമിയും ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പൊ നമുക്കൊരു മനുഷ്യന് ചെല്ലാവുന്ന ഏറ്റവും താഴത്തെ പടിയിലേക്ക് ഇറങ്ങിയിട്ട് നമ്മയും പിന്നെ കൊണ്ടുപോവാണ്. വായനക്കാരെ എല്ലാം അവിടേക്ക് കൊണ്ടുപോവാണ്. അവിടെ നിന്ന് കയറി വരിക. കാരണം മോശയാണ് ലക്ഷണമൊത്ത ഒരു പ്രവാചകൻ. ഈ പ്രവാചകൻ എന്ന് പറയുമ്പോൾ തന്നെ പല രൂപത്തിൽ അതിനെ കാണണം. ഒരു പ്രവചനം നടത്തി എന്നതുകൊണ്ട് ഒരാൾ പ്രവാചകനാവില്ല. കേരളത്തിലൊക്കെ ആണെങ്കിൽ ഈ മന്ത്രിയുടെ PA ആയിട്ട് ഒന്നിരുന്നാൽ മതി, പിന്നെ നമ്മുടെ കാര്യം രക്ഷപ്പെട്ടു. ഒരു ഗൾഫിലും ഒരു അമേരിക്കയിലും പോണ്ട, ഒരു കാര്യം ചെയ്യണ്ട. അയാള് ഒരു മാസം ഒരു 2 വർഷം കണ്ട് ഒരു മന്ത്രിയുടെ PA ആയിട്ടിരുന്നാൽ 1 ലക്ഷം റുപ്യാണ് ഏറ്റവും കുറഞ്ഞ സാലറി കിട്ടുന്നത്. അത് ഡ്രൈവർ ആണെങ്കിലും കൊള്ളാം, പാചകക്കാരനാണെങ്കിലും കൊള്ളാം. 40 പേരെ ഒരു മന്ത്രിക്ക് ആക്കി വെക്കാം. എന്ന് പറഞ്ഞ പോലെ ഒരു പ്രവചനം പറഞ്ഞാലും പ്രവാചകനാകാമോ എന്ന് ചോദിച്ചാൽ അതിനകത്ത് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. അതിന്റെ കാരണം പ്രവാചകന് ചില ഒരു ഫുള്ളി സബ്സ്ക്രൈബ്ഡ് പ്രവാചകനാകാൻ ഒരല്പം പ്രശ്നമുണ്ട് ബൈബിളിലെ രീതി അനുസരിച്ച്. അപ്പൊ അത് എന്റെ രീതി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ദാവീദ് പ്രവാചകനാണ്. പക്ഷെ ദാവീദിനെ നമ്മള് പ്രവാചക പരമ്പരയിലല്ല കൂട്ടിയിരിക്കുന്നത്. ഇനിയും വെട്ടുപിടച്ചൊരു പ്രവചനം നടത്തിയ ആളാണ് ശൗല്. നമുക്കറിയാം, ശൗല് പൂജാഗിരിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവരുടെ കൂടെ നിന്നൊരു പ്രവചനമൊക്കെ നടത്തി. അന്ന് മുതൽ ഈ ഹിസ്റ്റോറിയന്മാർക്കൊരു സംശയം, ഇങ്ങനെ എവിടെ കൊണ്ടാണ് വെക്കുന്നത്? രാജാക്കന്മാരുടെ കൂടെ വെക്കാൻ പറ്റുമോ? പ്രവാചകന്മാരുടെ കൂടെ വെക്കാൻ പറ്റുമോ? അതിന് ആ ശൗല് ഉണ്ടോ പ്രവാചക ഗണത്തിൽ എഴുതി വരുമ്പോഴേക്ക് ചേർക്കാനൊരു മടി. ഇപ്പൊ നമ്മൾ ഇരുന്നുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു കൺഫ്യൂഷൻ വരുമ്പോൾ ചോദിക്കില്ല, പാസ്റ്റർ ഇത് എവിടാ ചേർക്കണ്ട, ഈ കണക്ക് എവിടാ ചേർക്കണ്ട, ഇത് എവിടെയാ സംഗതി? ഒരു പിടിയും കിട്ടുന്നില്ല. അറിയാൻ വയ്യാതെ നമ്മളെന്ത് പറയും? അന്ന് മുതൽ പഴഞ്ചൊല്ലായി എന്നാണ്. ചിലരുടെ ജീവിതം ഇങ്ങനെ, അതൊരു പഴഞ്ചൊല്ല, കൃത്യം ഉത്തരവ് ആർക്കും കിട്ടത്തില്ല. ഇതെന്തുകൊണ്ട് ഇങ്ങനായി? സമസ്തയാരി ആർക്കും പറയാനായിട്ട് പറ്റില്ല. അപ്പൊ ഇത് പറഞ്ഞു വന്നത് പ്രവാചകനെ പറ്റി ഞാനൊരു ഓവറോൾ അണ്ടർസ്റ്റാൻഡിങ് ലഭിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ദാവീദ് പ്രവാചകൻ ഇതൊക്കെ പറഞ്ഞത് ഞങ്ങൾ നടത്തുന്ന പല ഇസ്ലാമിക ചർച്ചയിലും ഈ ഒരു ബൈബിളിലെ എല്ലാ ക്യാരക്ടേഴ്സിനെയും പ്രവാചകൻ എന്നാണ് മിക്കവാറൊക്കെ വിളിക്കുന്നത്. ആദം നബി എന്നാണ് വിളിക്കുന്നത്, ലോത്ത് നബി എന്നാണ് വിളിക്കുന്നത്, ഇബ്രാഹിം നബി എന്നാണ് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ ബൈബിളിൽ ഈ നബിമാരെ പറ്റിയൊക്കെ ആക്ഷേപം എഴുതിയെന്നാണ്. ലോത്തിന്റെ ജീവിതത്തിലെ ചില പരാജയങ്ങളുണ്ട്. ഈ പരാജയങ്ങൾ ചോദിച്ചിട്ട് നിങ്ങൾ എന്താണ് ഒരു വലിയ പ്രവാചകനെ പറ്റി നിങ്ങളുടെ പുസ്തകത്തിൽ ഇങ്ങനെ കിടക്കുന്നത്? ആദ്യം മനസ്സിലാക്കണം, നമുക്ക് ലോത്ത് നബി എന്നൊരാളില്ല, അല്ലെങ്കിൽ നമുക്ക് ലോത്തേ ഉള്ളൂ, അങ്ങനെ പ്രവാചകനില്ല. അബ്രഹാം നബിയാണ്, അതൊക്കെ നബി എന്ന് പറഞ്ഞാൽ പ്രവാചകനാണ്. പക്ഷെ ഇവിടെ ലോത്ത് പ്രവാചകനല്ല. ലോത്ത് ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ട് മാറുകയാണ്, വലഞ്ഞുപോയ നീതിമാനായിട്ട് മാറുകയാണ്. ലോത്ത് നബി ആണെങ്കിൽ നമ്മുടെ യൂദയ നബി എന്ന് വിളിക്കേണ്ടി വരും. കാരണം എന്താ? അതേ ജീവിതമാണ് ലോത്തിന് സംഭവിച്ചത്, വലഞ്ഞുപോയി, ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോയി. അപ്പോ ബൈബിള് കൃത്യമായി സ്പെസിഫൈ ചെയ്ത ആളിനെ നമുക്ക് പ്രവാചകൻ എന്ന് വിളിക്കാനായിട്ട് പറ്റും. ഓക്കെ, നമുക്കിനി ഈ പ്രവാചകന്മാര് പലപ്പോഴും ചെയ്യുന്നു. നമുക്ക് ബൈബിളിൽ പിന്നെ തെറ്റിപ്പോയ പ്രവാചകന്മാരെ കാണാൻ പറ്റുന്നില്ല. പ്രവാചകന്മാരുടെ ഭാഗത്തു നിന്നൊരു തെറ്റ് വന്നിട്ടുണ്ട്. പക്ഷെ അവരിങ്ങനെ തിരിച്ചും ബാക്ക് സൈഡിങ് സംഭവിച്ചായിട്ട് കാണുന്നില്ല, തിരിച്ചു പോകുന്നതായിട്ട് കാണുന്നില്ല. പുരോഹിതന്മാർക്ക് അബദ്ധം പറ്റുന്നൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. പ്രവാചകൻ അങ്ങനെ സംഭവിക്കുന്നത് വിരളമായിട്ടേ ഉള്ളൂ. പഴയ നിയമത്തിൽ അങ്ങനെ ഇല്ല എന്നുള്ളതാണ്. ഏതെങ്കിലും പ്രവാചകൻ ഈ ലൈഫ് വിട്ട്, ഈ ജീവിതചര്യ വിട്ടു പോയതായിട്ട് കാണുന്നില്ല. കാരണം അവര് ആ ആത്മാർത്ഥത നിലനിർത്തി തന്നെ പോന്നിരുന്നു. അതിൽ തന്നെ പല ക്ലാസ് പ്രോഫറ്റ്സ് ഉണ്ടായിരുന്നു. ചിലര് കുടുംബ ജീവിതത്തോടൊപ്പം, ഭൗതിക ജീവിതത്തോടൊപ്പം രാജപദവിയിലൊക്കെ ഇരുന്ന് പ്രോഫറ്റ് ആവുക എന്ന് പറയുന്ന ഒരു കാര്യമല്ല ചോദിക്കുകയും. ഇനി അതുപോലെ തന്നെ കുലപതികളായിട്ട് ഗോത്രപിതാക്കന്മാരായിരുന്നു കൊണ്ട്, ഇപ്പൊ യാക്കോബ് ഒക്കെ ഗോത്രപിതാവാണ്. അദ്ദേഹം ഗോത്രപിതാവാണെന്ന് പറഞ്ഞാൽ തന്നെ ഒരു രാജാവിന് സമനാണ്. രാജാവ് ജീവിച്ച പോലെ ജീവിച്ച ആളാണ്. അബ്രഹാം ഒരു രാജാവിനെ പോലെ ജീവിച്ച ആളാണ്. അപ്പൊ ആ പദവി അവർക്ക് പ്രാവചനിക ശുശ്രൂഷ നിർവഹിക്കാൻ തടസ്സമാകാതിരുന്ന എന്തുകൊണ്ടാ? അത്തരത്തിലൊരു ബന്ധം അവർ ദൈവമായിട്ട് സ്ഥാപിച്ചെടുത്തു. അപ്പൊ അവർക്ക് എന്താണത് അങ്ങനെ പോകാൻ പറ്റാത്തത് എന്നുള്ളത് ഒരു വലിയ പാഠമാണ്. ആ പാഠം എന്ന് പറഞ്ഞാല് ഈ എൻജോയ്മെന്റ് ആണ് നമ്മളെ ഒരു സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്നത്. നമുക്ക് സന്തോഷിക്കാൻ ഇടവരുന്നെങ്കിൽ നമ്മൾ അവിടെ നിൽക്കും എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച ബഹുമാനപ്പെട്ട PG വർഗീസ് അങ്കിൾ ഉണ്ടായിരുന്നു.
ഞങ്ങളുടെ ഒരു പ്രയറിൽ വന്നു, ഇതുപോലെ തന്നെ വന്നു. കുടുംബ പ്രാർത്ഥനയാണ്. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ മണിക്കൂറുകൾ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം ചില കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു, വടക്കേന്ത്യയിലെ ചില കാര്യങ്ങൾ. അദ്ദേഹം പറയുന്നത് എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എനിക്കിവിടെ നിൽക്കുന്നത്. വടക്കേന്ത്യ നിൽക്കുന്നതും പ്രവർത്തിക്കുന്നതും എൻജോയ് ചെയ്യാൻ പറ്റുന്നു. മുറിവുള്ള ഒരാളിന്റെ മുറിവ് കഴുകി കെട്ടുമ്പോൾ ഞാൻ അതിൽ എൻജോയ് ചെയ്യുകയാണ്. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പൊ നഴ്സിംഗ് നമുക്ക് എന്താ പറയുക, മെഡിക്കൽ ലൈനിൽ ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചോളം ഈ വ്രണം കഴുകി കെട്ടുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ മാരകമായ ഒരു ഓപ്പറേഷൻ നടത്തേണ്ടി വരുന്ന ഒരു ഘട്ടം, അത് അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. എൻജോയ് ചെയ്യുന്നതുകൊണ്ടാണ് ആ പ്രൊഫഷനിൽ നിൽക്കുന്നത്. അവർ ലൈഫ് എൻജോയ് ചെയ്യപ്പെടുന്നത് മറ്റേതെങ്കിലും ഒരു സുഖത്തിലല്ല എന്നുള്ളതാണ്. അപ്പോ ആ ജോലി തന്നെ അവർ തുടരാൻ ഇഷ്ടപ്പെടുന്നു എന്നത് സേവനാത്മകത കൂടി അതിൽ വരുന്നു എന്നുള്ളതാണ്. സർവീസ് മൈൻഡഡ് ആയ ഒരു മനുഷ്യന് പണത്തെക്കാൾ ഉപരി ആ ജോലി ചെയ്യാനായിട്ട് പറ്റും. ചില മനുഷ്യരും ഉണ്ടോ അങ്ങനെ, ഈ പ്രൊഫഷണൽ ലൈഫ്ലി കമ്മിറ്റഡ് ആയ ആളുകൾ. നമ്മുടെ വീട്ടിൽ ഒരു ജോലിക്ക് വരുന്ന ഒരാള്, അവരെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി വിളിക്കുക. അവർ ജസ്റ്റ് അവിടെ നിന്നുകൊണ്ട് എന്തെങ്കിലും ജോലി ആയിരിക്കും ചെയ്യുന്നത്, ഒരു മേസ്ത്രി ആയിരിക്കാം. പക്ഷെ അവർ പെട്ടെന്നൊന്നും ചായ കുടിക്കാൻ വരുന്നില്ല. അതിന്റെ കാരണം ചായ വേണ്ടാഞ്ഞിട്ടോ അതിന് ചൂട് പോകുന്ന ഒരു സാധ്യത വരുന്നില്ല. കാരണം അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രവൃത്തിയോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആണ് അയാളെ അവിടുന്ന് എഴുന്നേൽപ്പിക്കുന്നില്ല, അതിൽ ഇൻട്രസ്റ്റഡ് ആണ്. ഞാൻ ഇതിലേക്ക് ഒരു സ്പിരിച്വലായ ഒരു കാര്യമാണ് പറയാൻ പറ്റുന്നത്. എന്തുകൊണ്ടാണ് പ്രവാചകന്മാർക്ക് ബാക്ക് സൈഡിങ് വരാത്ത, പുറകോട്ട് പോകണമെന്ന് വരാത്തതെന്ന് ചോദിച്ചാൽ, അവരിൽ കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ, ആ ദൈവസ്ഥാനത്തിൽ ഇരിക്കുമ്പോൾ എൻജോയ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ചില പറയാറില്ലേ, പ്രാർത്ഥിച്ച് മടുത്തു എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ പറയുന്നുണ്ട്. ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അങ്ങ് മടുത്തു എന്ന് പറയുന്നുണ്ട്. എൻജോയ് ചെയ്യണം, എങ്കിലേ പ്രാർത്ഥന അങ്ങ് ചെല്ലുള്ളൂ. അത് മടുക്കാൻ കാരണം ഇത് മുകളിലോട്ട് പോകുന്നില്ല. ഇവിടെ ഒരു ബാരിയറുണ്ട്, ആ തടസ്സം ഇങ്ങനെ നിൽക്കുക, അതുകൊണ്ട് മുമ്പോട്ട് പോകുന്നില്ല. നമ്മളൊരു വണ്ടി ചങ്ങലയ്ക്ക് കെട്ടിയിട്ടിട്ട് സ്റ്റാർട്ട് ചെയ്ത് എത്ര വേഗത്തിൽ പോയാലും അവിടെ കിടക്കത്തേ ഉള്ളൂ, പോകത്തില്ല. അതുകൊണ്ടാണ്. എന്നിട്ടാണ് നമ്മൾ പറഞ്ഞത് മുഷിഞ്ഞു പോയി. എന്നാൽ സാധാരണ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ പല ലോകങ്ങൾ, പല മേഖലകൾ, വളവ തിരിവൊക്കെ കണ്ട് പോകുന്ന ആളിനും മുഷിയത്തില്ല. അതാ കാര്യം. എന്ന് പറഞ്ഞാല് ഇത്രയും പ്രവാചകന്മാര് പിന്മാറിപ്പോകാതെ തീവ്രതയോടെ നിന്നെന്തുകൊണ്ടാണ്? അവർക്ക് ഇത്തരത്തിൽ കിട്ടിയൊരു പവറാണ്. അതിലൊരു ചെറിയ അപവാദമുണ്ട്. നമ്മുടെ അയാളുണ്ടല്ലോ, ഒരു പൈസ വാങ്ങിക്കൊണ്ട് വന്ന് തകർന്നു പോയൊരു മനുഷ്യൻ ഇല്ലെന്നല്ല, അങ്ങനെ ഒരാളുണ്ടല്ലോ, നമ്മുടെ ബിലയാം തകർന്നു പോയി എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. ഞാൻ ഓർക്കാറുണ്ട് ഈ മനുഷ്യന്റെ ഒരു കാര്യം. ഞാനിങ്ങനെ അത് അങ്ങോട്ട് വരുമ്പോൾ പറയേണ്ടതാണ്, എന്നാലും പറയാം. ഈ ബിലയാം ഈ തെറ്റിപ്പോയിട്ട് ഒരു പ്രവചനം നടത്തുന്നുണ്ട്. ആ പ്രവചനം എന്ന് പറഞ്ഞാൽ സൂപ്പർ പ്രവചനമാണ്, ഭയങ്കര പ്രവചനമാണ്. എന്താ പറയുന്നത്? ഞാൻ ഇസ്രായേലിനെ പറ്റി പറയുന്നില്ല. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. ഈ കൂടെ പറയാണ്, ഏദോമിൽ നിന്ന് യാക്കോബിൽ നിന്നൊരു നക്ഷത്രം ഉദിക്കും, അത് ഏദോമിന്റെ പാർശ്വങ്ങളെ തകർക്കും, തുബുലപുത്രന്മാരെയൊക്കെ സംഹരിക്കും. ഇത് പറയുമ്പോൾ കൃപ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ്. ക്യാഷ് ഒത്തിരി വാങ്ങിക്കഴിഞ്ഞാലേ കൃപ പോകുമെന്നുള്ളതാണ്. തെറ്റായ വഴിയിൽ നമ്മൾ ക്യാഷ് വാങ്ങിയാല് കൃപ നമ്മുടെ ഇങ്ങനെ ചോർന്നുകൊണ്ടിരിക്കുക. അക്കൗണ്ടിൽ പൈസ കയറുമെന്നുള്ളത് സത്യമാണ്. പക്ഷെങ്കിൽ ഈ കൃപ ഇങ്ങനെ ചോർന്നുകൊണ്ടിരിക്കും. പക്ഷെ ദൈവം അവന്റെ കൃപ പൂർണ്ണമായിട്ട് എടുത്തു കളഞ്ഞില്ല. കാരണം കൊടുത്ത ദൈവം ആയതുകൊണ്ട് നമ്മൾ കളയുന്നോട്ടാണ് ദൈവം വെക്കുന്നത്. ദൈവമായിട്ടൊന്നും നമ്മുടെ എടുത്ത് കളയില്ല, നമുക്ക് കളയാം, നമുക്ക് മിസ്യൂസ് ചെയ്യാം. ഊർജത്തിന്റെ നിയമം പോലെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല, നശിപ്പിക്കപ്പെടുന്നില്ല എന്നൊരു തിയറിയാണല്ലോ പറയുന്നത്. ഊർജ്ജത്തെ കുറിച്ച് പറയും. ഊർജ്ജ സംരക്ഷണ നിയമം അങ്ങനെയാണ്. ഊർജ്ജം ഉണ്ടാകുന്നില്ല, അതിനെ നശിപ്പിക്കുന്നുമില്ല. സ്ഥിതികോർജ്ജമാണ് നമ്മുടെ ചുറ്റും കാണുന്നത്. വെള്ളമൊക്കെ ഡാം കെട്ടി നിർത്തുമ്പോൾ അത് സ്ഥിതികോർജ്ജമാണ്. അപ്പൊ അതിങ്ങനെ കിടക്കായി. ഞാൻ ഒത്തിരി ശാസ്ത്രം പറയുന്നത് ശരിയല്ല, കാരണം എനിക്ക് അതിനുള്ളൊരു അറിവില്ല. എന്നാലും ഓർത്തുകൊണ്ട് പറയാണ്, അത് അങ്ങനെ കിടക്കുന്ന വെള്ളം അത് ഒഴുകി ചെന്നിട്ട് ഒരു യന്ത്രം കറക്കി കഴിയുമ്പോഴേക്കാണ് നമുക്ക് വൈദ്യുതോർജ്ജം കിട്ടുന്നത്. അപ്പൊ ഊർജ്ജം പ്രത്യേകിച്ച് ഉണ്ടാകുന്നില്ല, അത് നശിക്കുന്നുമില്ല, അത് അതിന്റെ രീതിയിൽ പോവുകയാണ്. അപ്പൊ എന്നതുപോലെയാണ് ദൈവം നമ്മിൽ തന്നിരിക്കുന്ന ഒരു കൃപയും കളയുന്നില്ല, പക്ഷെ നമുക്കത് മിസ്യൂസ് ചെയ്യാം. അതാണ് ഇതേ രീതിയാണ് സംഭവിക്കുക. അപ്പൊ ഇവിടെ ഇയാളെ കണ്ടൊരു കാഴ്ച, ഇയാള് തകർന്നെല്ലാം പോയിട്ട് നടത്തിയ പ്രവചനത്തിന്റെ ഗ്രാവിറ്റി ഒന്ന് ഓർത്തേ. യേശുവിനെ പറ്റിയാ പ്രവചിക്കുന്നത്, അതെല്ലാം കറക്റ്റ് നടന്നു എന്നുള്ളതാണ്. യാക്കോബിൽ നിന്നൊരു നക്ഷത്രം ഉദിക്കും, അത് മോവാവിന്റെ പാർശ്വങ്ങളെയൊക്കെ തകർക്കും, ഈ തുബുലപുത്രന്മാരെയൊക്കെ സംഹരിക്കും, ഏദോമൈസിനെയൊക്കെ കൊല്ലും എന്ന് പറയുക. നിങ്ങളൊന്ന് ആലോചിക്ക്. ഈ തകർന്നു പോയ മനുഷ്യൻ ഇത്രയും അടി അടിച്ചെങ്കിൽ ഇയാൾ നേരെ നിന്നിരുന്നതിനുള്ള സ്ഥിതി ആലോചിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റുമായിരുന്നു, ദൂതിന്റെ കാഠിന്യം കാരണം. അപ്പൊ നമ്മളിലെല്ലാം ഉണ്ട് ഇങ്ങനത്തെ ഒരു പ്രശ്നം. അപ്പൊ നമ്മൾ പാടുന്ന ആള്, പ്രസംഗിക്കുന്ന ആളുകള്, ദൂത് പറയുന്ന ആളുകളൊക്കെ ചിലപ്പോ ചില ശുശ്രൂഷകളുടെ മധ്യേ അനിർവചനീയമായ നിലയിൽ ദൈവം നമ്മളെ ഉപയോഗിക്കുമ്പോൾ അതൊരു വലിയ സന്തോഷമാണ്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, നേരെ നിന്നിരുന്നെങ്കിൽ അതിലും വലിയൊരു ഗ്രാവിറ്റി ഉള്ളത് തരാൻ നമുക്ക് ദൈവശക്തനാണ്. നമ്മുടെ ഈ ചാനൽ ശരിയല്ലാത്തതുകൊണ്ടാണ്. ഈ ചാനൽ ശരിയാണെങ്കിൽ ഇതിലും വലുത് തരാൻ വേണ്ടി ദൈവത്തിന്റെ പക്കലുണ്ട്. അപ്പൊ ഇതുവരെ നമ്മൾ ചെയ്തതോ കിട്ടിയതോ ഒന്നും പോരാന്നേ, അതൊന്നും അല്ലെന്നേ കാര്യം. നമ്മൾ അതിൽ ജ്വലിക്കുന്നൊക്കെ ഉണ്ട്, ആ ജ്വലനം പോരാ. കുറെ കൂടി പവറോടെ ചെയ്യാൻ പാകത്തിന് നമുക്ക് ചെയ്യാൻ പറ്റാതെ പോകുന്ന എന്തുകൊണ്ടാണ്? നമ്മുടെ ആ ചാനൽ, ആ വ്യക്തിബന്ധം ശരിയല്ല. അപ്പൊ ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ അപൂർവമാണ് പ്രവാചകന്മാർക്ക് പിന്മാറ്റം സംഭവിച്ചത്. പുരോഹിതന്മാർക്ക് വല്ലാതെ അത് സംഭവിക്കുന്നുണ്ട്. അതിന്റെ കാരണമുണ്ട്, രണ്ട് കാരണമാണ്. ഒന്ന്, പുരോഹിതൻ എന്ന് പറഞ്ഞാല്
കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് മനുഷ്യരോടൊത്താണ്. മനുഷ്യരോട് ഇടനിലക്കാരനാ, മനുഷ്യരോടൊത്ത് സ്പെൻഡ് ചെയ്തിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് ഇത് ഇൻഫോം ചെയ്യുന്ന ആളാണ് പുരോഹിതൻ. എന്നാൽ പ്രവാചകൻ അങ്ങനല്ല. പ്രവാചകൻ ഭൂരിപക്ഷ സമയം ദൈവസന്നിധിയിൽ ഇരുന്നിട്ട് അപൂർവമായിട്ട് ഇത് പറയാൻ മനുഷ്യരുടെ ഇടയിലേക്ക് വരുന്നു. രണ്ടാണ് അതിന്റെ കാരണം. അപ്പൊ ആലോചിച്ച് നോക്കിയേ, രണ്ട് കാര്യങ്ങളാ. അപ്പൊ മനുഷ്യരുടെ ഇടയിൽ ഒത്തിരി സമയം നിലകൊള്ളുന്നു. മനുഷ്യരുടെ നാവോട് കൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കലാണ് പുരോഹിതൻ ചെയ്യുന്നത്. പുരോഹിതന്റെ ജോലി എന്താണ്? മനുഷ്യരുടെ നാവോടുകൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ. പ്രവാചകന്റെ ജോലി എന്താണ്? ദൈവത്തിന്റെ നാവോടുകൂടെ മനുഷ്യരുടെ ഇടയിൽ. അപ്പൊ കൂടുതൽ സമയം ഇവിടെ സ്പെൻഡ് ചെയ്യുന്നു എന്ന് ഓർത്ത് ഒന്നിന്റെ ഓപ്പോസിറ്റ് ആണെന്ന്. അപ്പൊ പുരോഹിതന്മാർ ഇങ്ങനെ നിന്നിട്ട് പറ്റുന്നത് ഇത്രയും വലിയ ഒരു കാര്യം അങ്ങുകൊണ്ട് എത്തിക്കാൻ പെടുന്ന പാട്. അപ്പോൾ നമ്മൾ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ടെന്നുള്ളതാണ് അത് തരുന്ന ഒരു ആലോചന. ഒരു പുരോഹിത ശുശ്രൂഷയുടെ ശ്രേഷ്ഠത കൂടിയാണ് അത് ഓർക്കുന്നത്. പക്ഷെ ഇവിടെയാണ് നമ്മുടെ കർത്താവിന്റെ ശ്രേഷ്ഠത. അവിടുന്ന് ഒരേ സമയം പ്രവാചകനും പുരോഹിതനുമായി മാറും. ഇവരിനെ പോലെ മറ്റൊരാളെ കാണാൻ പറ്റുന്നത് യെസക്കിയേൽ ഒരേ സമയം പുരോഹിതനും പ്രവാചകനുമായി മാറുന്നു. ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാം. അത് ആ ജീവിതം ഒന്ന് ആലോചിച്ച്, ജീവിതം ബാലൻസ് ചെയ്യുന്നു എന്നതിന്റെ അർത്ഥം. പുരോഹിതനായിരിക്കെ ജനം പറയുന്ന വിഷയങ്ങളെ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് ധരിപ്പിക്കുമ്പോൾ ദൈവം തന്റെ ആലോചനകളെ ആ മനുഷ്യന്റെ നാവിലൂടെ ജനത്തിന് കൊടുക്കുന്നു. അതിൽ വിശ്വസ്തത പൂണ്ടു നിൽക്കുന്ന യെസക്കിയേലിനെ നമുക്ക് കാണാം. അത് ജനറലാണ്. ഞാൻ പൊതുവെ അത്രയും പറഞ്ഞു. ഇനിയും നമുക്ക് സാന്ദർഭികമായിട്ട് ഓർമ്മ വരുമ്പോൾ ഞാൻ പ്രവാചകന്മാരെ കുറിച്ചുള്ള മറ്റു കാര്യങ്ങൾ പറയാം ഓൾഡ് ടെസ്റ്റമെന്റിന്റെ. നെക്സ്റ്റ് നമുക്ക് ഈ സ്ത്രീയുടെ സന്തതിയിലേക്ക് ഒന്ന് ഫിക്സ് ചെയ്യണം നമ്മുടെ മനസ്സ്. അതിലേക്ക് തന്നെ ഒന്ന് അടുത്തു വരണം. സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ യേശുവിനെ കുറിച്ചാണ്. ആ സ്ത്രീയുടെ സന്തതി എന്ന് പറയാനുള്ള അതിനെ കോറിലേറ്റ് ചെയ്യാനുള്ള വാക്യം ഗലാത്യർ 4:4 കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയുടെ സന്തതിയായി അവിടെ കിടക്കുന്നുണ്ട്. സ്ത്രീയുടെ സന്തതി എന്ന അപരാഭിദാനം കിട്ടിയ ഒരേ ഒരാൾ നമ്മുടെ കർത്താവാണ്. അപ്പോൾ ഈ സ്ത്രീയുടെ സന്തതി എന്ന ഒരു വാക്ക് കർത്താവ് ഉപയോഗിച്ചു. പാപം ചെയ്ത മനുഷ്യന് രക്ഷിക്കാനായിട്ടുള്ള ഒരു സന്ദേശം എന്ന നിലയിലാണ് കർത്താവിനെ പരിചയപ്പെടുത്തുന്നത്, സ്ത്രീയുടെ സന്തതി. അപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചത്, എന്നാ പിന്നെ നേരിട്ട് യേശു ക്രിസ്തു എന്നങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു എന്ന് ചോദിച്ചു. അങ്ങനെ പറയാത്തത് എന്താന്ന് ചോദിച്ചാല്, ഇമ്മീഡിയറ്റ് റിസിപ്പിയൻസ് ഉണ്ടല്ലോ, ഇതിന്റെ ആദ്യത്തെ സ്വീകർത്താക്കള് അത് ആദമും ഹവ്വയാണ്. അവർക്ക് മനസ്സിലാകും ഇത് എന്താന്ന് വെച്ചാൽ അതൊരു പരിഗണനയാണ്. അത് വേദപുസ്തക ചരിത്രത്തിലെ തന്നെ വലിയൊരു പരിഗണനയാണ്. ഒരു സ്ത്രീയാൽ ഒരു കുട്ടി അറിയപ്പെടുക, ഒരു സ്ത്രീയുടെ പേരിനാൽ അറിയപ്പെടുക, ആ സ്ത്രീക്ക് പാപം ചെയ്ത ഒരു സ്ത്രീക്ക്, പാപത്തിന് മുൻകൈയെടുത്ത ഒരു സ്ത്രീക്ക്, ആ സ്ത്രീയാണ് ഇപ്പോൾ കൂടുതൽ കുറ്റവാളിയായിട്ടിരിക്കുന്നത്. ആ സ്ത്രീയിലേക്കാണ് സകല കണ്ണുകളും. അപ്പോൾ അത് അപ്പോസ്തലൻ പിന്നെ വിമർശിക്കുന്നുണ്ട്. സ്ത്രീയാണ് ആദ്യം പാപം ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഷെയ്ൻ പോൾ വിമർശിക്കുന്നുണ്ട്, വല്ലാതെ വിമർശിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ഈ വിമർശനം ഏറ്റുവാങ്ങുന്ന വൂണ്ടഡ് ഹാർട്ടാണ് ആ സ്ത്രീ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ അവിടെ ആദമിലെ ചില ക്വാളിറ്റി കാണുന്നുണ്ട്. അത് തെറ്റിദ്ധരിക്കരുത്. ഈ പൗലോസ് എങ്ങനെയാണോ സ്ത്രീയെ വിളിച്ച് അതിനപ്പുറത്തേക്ക് ആദം ഒരു പരിഗണന ഈ യൗവയ്ക്ക് കൊടുക്കുന്നുണ്ട്, ഒരു കെയറൊക്കെ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ അയാൾ കഴിക്കാതിരുന്നാൽ മതിയല്ലോ. എന്നാലോചിച്ച് അയാൾ കഴിക്കാതിരിക്കുക, അവർ കഴിക്കുകയും ചെയ്തിരുന്നെങ്കിൽ മനുഷ്യരാശിയുടെ ചരിത്രം ഏത് വഴി പോകുമെന്നൊക്കെ പഠിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഏതായാലും അവർ കഴിച്ചു. അല്ലെങ്കിൽ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചു എന്നുള്ളൂ. ഒരു പഴം കഴിച്ചതിനാണോ ഇത്ര പ്രശ്നം എന്നല്ല, ദൈവ കൽപ്പന ലംഘിച്ചു. കൽപ്പന ലംഘിച്ച് ആദമും അതേ വഴിയിലൂടെ തന്നെ സഞ്ചരിച്ചു. രണ്ടുപേരുടെയും തേജസ് നഷ്ടപ്പെട്ടു. രണ്ടുപേരും ബഹിഷ്കൃതരാകാൻ പോവുകയാണ്. രണ്ടുപേരും ഭ്രഷ്ട് കൽപ്പിക്കപ്പെടാൻ പോവുകയാണ്. പുറത്തേക്കുള്ള വഴിയാണ് അവരുടെ മുമ്പിലുള്ളത്. അപ്പോ അങ്ങനെ പുറത്തേക്ക് പോകാൻ വേണ്ടി കാത്തിരിക്കുന്ന അവരോട് വളരെ സഹതാപൂർവ്വമാണ് ദൈവം പെരുമാറുന്നത്. നിയമത്തെ അതിന്റെ വിലക്കെടുക്കുന്നു, നിയമത്തെ അതിന്റെ നിലയിലെടുക്കുന്നു. ഇവിടെ ഒരു കാഴ്ച കാണേണ്ടതുണ്ട്. ഈ നീതിയും കരുണയും തമ്മിൽ യോജിക്കാത്ത രണ്ട് പദങ്ങളാണ്. അത് യോജിപ്പിക്കാൻ പറ്റില്ല. നീതിയുടെ ഓപ്പോസിറ്റ് ആണ് കരുണ. നീതിയുടെ ഓപ്പോസിറ്റ് അനീതിയല്ല. കാരണം ആ കരുണയാണ്. ആ കരുണ വാദിയെ സംബന്ധിച്ചോളം അനീതിയായിട്ട് മാറുന്നുണ്ട്. എന്ന് വെച്ചാൽ ഞാനൊരാൾക്കെതിരെ ഒരു കേസ് കൊടുത്തു. ആ കേസ് കൊടുത്തപ്പോൾ കോടതി അവനെ നിരുപാധികം വിട്ടയക്കുമ്പോൾ എനിക്ക് സംഭവം കിട്ടിയത് അനീതിയാണ്, അവന് കിട്ടിയത് കരുണയാണ്. അങ്ങനെയാണെങ്കിൽ യേശു കർത്താവ് നമ്മോട് കരുണ കാണിച്ചപ്പോൾ എവിടെയോ ഒരു അനീതി വർക്കൗട്ട് ആയിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതാണ് സത്യം. അത് എങ്ങനെയാണ് അത് പൂരിപ്പിച്ചെടുക്കുന്നത് എന്ന് നോക്കാം. നീതി, അനീതി, ആ രണ്ട് പദങ്ങൾ എടുക്കുക. ഒരാളുടെ കവിളത്ത് നമ്മൾ അടിക്കുന്നു, അപ്പൊ അത് ഇന്ത്യയിൽ അത് ക്രിമിനൽ കുറ്റം തന്നെയാണ്. അമേരിക്കയിലൊക്കെ അത് ക്രിമിനൽ കുറ്റമാണ്. കുറെ കൂടെ അവിടെ മനുഷ്യാവകാശങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണല്ലോ. അങ്ങനെ ഒരാളെ മോശമായി നോക്കിയോ സംസാരിക്കുകയോ ഏതെങ്കിലും തരത്തിൽ പരിഹസിക്കുകയോ ജെൻഡർ ഈക്വാലിറ്റിക്ക് ചേരാത്തൊരു കാര്യം പറയുകയോ ഒക്കെ ചെയ്യുന്നത് പ്രശ്നമാണ്. ഇവിടെ ഇപ്പൊ അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. നല്ല കാര്യം. അപ്പോൾ അങ്ങനെ ഒരു സ്ത്രീയാണെന്ന കാരണത്താൽ അവഗണിക്കുകയോ ഒരു ന്യൂട്രൽ ജെൻഡറാണ് അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ടല്ലോ, ആ രീതിയിലൊക്കെ ഉള്ള ആളുകളുണ്ട്. അവരെയൊക്കെ പണ്ടൊക്കെ പരിഹസിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ. അപ്പൊ ഇവിടെ നിന്ന് അത്തരം പദങ്ങൾ പോലും പറയാൻ പറ്റില്ല. വല്ലാത്ത പ്രശ്നമാണ്. നല്ല കാര്യങ്ങളാണ്.
അപ്പോ ഇങ്ങനെ വരുന്ന ഒരു ഘട്ടത്തില് ഒരു ക്രിമിനൽ കേസ് വന്നു കഴിഞ്ഞാൽ സിവിൽ കേസൊക്കെ ഒത്തുതരാം, ക്രിമിനൽ കേസ് പറ്റില്ല. ഒരാളെ ഉപദ്രവിച്ചു കഴിഞ്ഞാല് കോടതി പറയാണ് ആ പോട്ടെ സാരമില്ല, അത് സാരമില്ല എന്ന് പറയുമ്പോഴേക്ക് കോടതി അങ്ങനെ പറയില്ല, അത് വേറെ കാര്യം. സാരമില്ല എന്ന് പറയുമ്പോഴേക്ക് കേസ് കൊടുത്തവന്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച്, അവന് നീതി കിട്ടുന്നില്ല. ആ നീതി കിട്ടാതെ വരുമ്പോൾ മറ്റവന് കരുണ കിട്ടുന്നു. ഈ പ്രശ്നമുണ്ട്. ഇത് ബൈബിളിൽ സംഭവിക്കുന്ന ഒരു കാര്യം. ഇത് രണ്ടുപേർക്ക് നീതി കിട്ടുന്നുമുണ്ട്, നീതിക്ക് എതിരാകുന്നില്ല. കാരുണ്യം കാരുണ്യം നീതിക്ക് എതിരാകുന്നില്ല. വാസ്തവത്തിൽ കരുണ എന്ന് പറയുന്നത്, ദയ എന്ന് പറയുന്നത്, മേഴ്സി എന്ന് പറയുന്നത് ഏറ്റവും ശക്തിമത്തായ ഒരു പദമാണ്. ആ പദം നീതിയെ നിഷേധിക്കുന്നുണ്ട്, നീതിക്ക് വിപരീതമായി നിൽക്കുന്നുണ്ട്. നീതി എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലല്ലോ. ഞാനിപ്പോ ഒരാളെ ആക്രമിച്ചു, അയാളുടെ വിരല് പോയെങ്കിൽ കറക്റ്റ് നീതി എന്ന് പറയുന്നത് എന്റെ വിരൽ കൂടി കളയുന്നതാണ്, അല്ലെങ്കിൽ നീതിയാവുന്നില്ല. അപ്പൊ പിന്നെ എന്താണ് ചെയ്യാൻ പറ്റിയൊരു കാര്യം, ഇതിനെ പരിഹരിക്കാൻ പറ്റിയൊരു കാര്യം? ഒരു ഇടനിലക്കാരൻ വന്നിട്ട് ഇവന്റെ നഷ്ടം നികത്തി കൊടുക്കുക. ആ ഇടനിലക്കാരൻ നഷ്ടം നികത്തി കൊടുക്കുമ്പോൾ എന്റെ കുറ്റത്തിന്റെ പ്രായച്ചിത്തം മറ്റൊരാൾ കൊടുക്കുക എന്ന് വിചാരിക്കുക. ഞാൻ ചെയ്ത കുറ്റം അത് മറ്റൊരാളങ്ങ് കൊടുക്കും. എന്തിനാണ് കൊടുത്തതെന്ന് ചോദിച്ചാൽ പറയും, നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. ഒരു പ്രശ്നം ഒഴിയട്ടെ എന്നോർത്ത് പോലും കൊടുക്കല്ല, നിന്നോടുള്ള സ്നേഹം കൊണ്ട് അങ്ങ് കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണ്, അത് മറ്റൊരു അളവിൽ പറയാം. ഈ രോഗം ബാധിച്ച മനുഷ്യർക്ക് വേണ്ടിയിട്ട് സ്വന്തം കിഡ്നി കൊടുക്കുന്ന ചിലരുണ്ട്. അത് പുരോഹിതൻ കഴിഞ്ഞ ദിവസം, ഈ മല്ലപ്പള്ളി സ്വദേശിയായ ഒരു പുരോഹിതൻ ഗായകൻ മാർക്കോസിന് കിഡ്നി കൊടുത്തു. അപ്പൊ അതേ ഒരു കണ്ടീഷനാണ് പറഞ്ഞു, ഒറ്റ മനുഷ്യനോട് ഇത് പറയാൻ പാടില്ല, അത് എഴുതി വെപ്പിച്ചു എന്നാണ്, ആരോടും പറയരുത്. പക്ഷെ മാർക്കോസ് ഈ കിഡ്നി വെച്ചതിന്റെ അടുത്ത ദിവസം തന്നെ വിളിച്ചു പറഞ്ഞു, എനിക്ക് ഇന്നോലാണ്. കാരണം അങ്ങനെ ചെയ്യാറില്ല ആരും. അദ്ദേഹം അത് ലംഘിച്ച് തന്നെ പറഞ്ഞു, ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു എഴുതി വെക്കുകയും ചെയ്തു, പക്ഷേ ഞാൻ എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ, കൊടുത്ത ആളിനെ സംബന്ധിച്ചിടത്തോളം അത് ആ പ്രൈവസി സൂക്ഷിച്ചത് ചെയ്യാൻ വേണ്ടി കാണിച്ച ഒരു ത്യാഗം. ഞാനിത് എടുത്തു പറയാൻ കാരണം, അച്ഛന്മാര് പലപ്പോഴും ആക്രമിക്കപ്പെടുന്നവരാണ്, വാക്കുകൾ കൊണ്ട് കുറ്റങ്ങളാൽ വിചാരണ ചെയ്യപ്പെടുന്നവരാണ്. പക്ഷെ ഒരു മനുഷ്യൻ ഇത് കൊടുത്തിട്ട് പറയാണ്, പറയരുത്, ആരോടും പറയരുത്. അത് ക്രിസ്തു സ്നേഹത്തിന്റെ ഒരു ഭാഗമാണ്, ആരോടും പറയരുത്. കർത്താവ് ഇങ്ങനെയാണ് വലിയ ഉപകാരങ്ങൾ ചെയ്തിട്ട് നമ്മോട് പറയും, ആരോടും പറയരുത്. അങ്ങനെയുള്ളൊരു പറച്ചിൽ വേണ്ട എന്ന് പറയും. ഒരു അത്ഭുത രോഗശാന്തി തന്നിട്ടാണ് നമ്മോട് പറയുന്നത്, ആരോടും പറയരുത്. അപ്പൊ ആ വാക്ക് കണ്ടില്ലേ, ഇത് പുകഴ്ചക്കല്ല, പറയാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. കർത്താവിന്റെ സുവിശേഷം ആരോടും പറയാം, ഇതൊന്നും ആരോടും പറയരുതെന്നാണ് പറയുന്നത്. അതിന്റെ അർത്ഥം കൊണ്ട് ഇതൊന്നും ഒരു കാര്യമല്ല, ഇതിലും വലുത് നമുക്ക് തരാൻ വേണ്ടി ഇരിക്കുക, ഇതൊന്നും പോട്ടെ, അതൊന്നും പറയേണ്ട കാര്യമില്ല എന്ന് പറയാം. അപ്പൊ ഇവിടെ കാണേണ്ടത്, ഇങ്ങനെ കൊടുത്ത ആ മനുഷ്യൻ തന്റെ പേര് ഹൈഡ് ചെയ്തു വെക്കുകയാണ്, പറയുന്നില്ല, പറയാതിരിക്കെ പറയുകയാണ്. മറ്റേ ആള് പറയുന്നത് അയാളുടെ കുറ്റമല്ല, സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ട് തനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ കാര്യം. പണം കൊടുത്താലൊന്നും കിട്ടാത്തൊരു കാര്യം. പണം കൊടുത്താൽ ഇത് കിഡ്നി കൊടുക്കാൻ പറ്റുന്ന ഒരെണ്ണമല്ല കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് തന്നെ മനുഷ്യൻ എന്ത് പ്രയാസപ്പെടും, നിസാരമല്ലത്. അപ്പോ ഇത് പണത്തിനല്ലല്ലോ ചെയ്തൊരു പുരോഹിതൻ, ഇദ്ദേഹത്തോടുള്ള സ്നേഹം നിമിത്തം ഇത് സൗജന്യമായി കൊടുക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ മനുഷ്യനോട് തോന്നുന്ന ആദരവ് എത്ര വലുതാണ്, സ്നേഹം എത്ര വലുതാണ്. അത് ആ വലിയൊരു സ്നേഹത്തിന്റെ ആഴം, ആ കടപ്പാട് ഇങ്ങനെ കാണുന്നു നമ്മൾ. അപ്പൊ നമുക്കിനിയും അതിന്റെ ഒരു മറുവശം കൂടി കാണാം. ഈ കർത്താവ് തന്റെ പ്രാണനെ നമുക്ക് തരികയാണ്. എന്തിനു വേണ്ടിയാണെന്നറിയണ്ടേ? പിശാച് പറഞ്ഞു, ഞാൻ പാവിയാണ്, അവൻ ആള് ശരിയല്ല എന്നെല്ലാം കേട്ട് പറഞ്ഞു. ആ കൂടെ ചിലരും കൂടി, മനുഷ്യരാശിയിലെ ചിലരും അങ്ങ് കൂടുകയാണ്. അതാ പാവികൾ ചെയ്യുന്ന മുഴുവൻ കുറ്റം വിധിക്കുകയാണ്. കുറ്റം വിധിക്കുമ്പോൾ യേശു തന്റെ പ്രാണനെ വെച്ച് തന്നപ്പോൾ ഞാൻ കരയാൻ തുടങ്ങി. അയ്യോ, നിന്റെ പ്രാണനാണോ നീ എനിക്ക് തന്നെ, നിന്നെ തന്നെയല്ലേ എനിക്ക് തന്നെ, ഞാനിതിനെന്തുള്ളൂ കർത്താവേ? ഈ ചോദ്യം ചോദിച്ചപ്പോൾ എന്റെ സങ്കടം കണ്ട്, എന്റെ പൊട്ടിക്കരച്ചിൽ കണ്ട് എന്നെ ആശ്വസിപ്പിക്കുന്ന കർത്താവിനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്കിപ്പോ കരുണയാണ് കിട്ടിയത്. എന്നെ കൊല്ലേണ്ട സ്ഥാനത്ത് കരുണ തന്ന് എന്നെ സ്നേഹിച്ചു. അത് ഒന്നാലോചിച്ച് നോക്കിയട്ടെ. ഈ കുട്ടികളിലേക്ക് ആ ഒരു ഉദാഹരണം ഞാൻ ചുരുക്കി കൊണ്ടുവരാം. കുട്ടികൾ കുറ്റം ചെയ്തിട്ടിരുന്നാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും, അവർക്കന്ന് ഭയങ്കര അനുസരണയാണ്. അവർ പെട്ടെന്ന് കയറിയിട്ട് കുളിയെല്ലാം കഴിഞ്ഞ് അനങ്ങാതെ വന്ന് പ്രാർത്ഥിക്കുന്നു, പതിവില്ലാത്തൊരു ഭക്തി കാണിക്കുന്നു, ഭയങ്കര അനുസരണം. കാരണം മമ്മി ഇതെല്ലാം പപ്പായോട് പറയും എന്നുള്ളൊരു പേടി കൊണ്ടായിരിക്കുന്നത്. അപ്പോ ഇത് അമ്മ പറയുന്നൊന്നുമില്ല. ഒരു രാത്രി കുട്ടി ഉറങ്ങിക്കഴിഞ്ഞ് നമ്മോട് പറയുക, ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നം ഇവനിവിടെ ഉണ്ടാക്കി, ഇവൻ ഇന്നോലൊക്കെ കാണിച്ചു എന്ന് പറയുക. വാസ്തവത്തിൽ ആ കുഞ്ഞ് ഉറങ്ങിയിട്ടില്ല, അവൻ പേടി കാരണം ഉറങ്ങാതെ അവിടെ കിടക്കുക, അപ്പുറത്തെ മുറി കിടക്കുക. അപ്പോ അവിടെ കിടന്നുകൊണ്ട് പപ്പ പറയാ, പോട്ടെ, അവൻ കുഞ്ഞല്ലേ എന്ന് പറയുമ്പോൾ ആ കുഞ്ഞ് അപ്പുറത്ത് അനുഭവിക്കുന്ന ഒരാശ്വാസം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതാണ് നമുക്കെല്ലാം കിട്ടിയത്. കാൽവറി ക്രൂശ് നമുക്ക് തന്ന അതാണ്. കുറ്റവാളിയായ നമുക്ക് കാൽവറി ക്രൂശ് തന്ന ഒരു റിലീഫാണ് ഈ കുഞ്ഞിന്റെ മനസ്സിലൂടെ ബോധ്യപ്പെടുന്നത്. ഇനി അതിനെ മറ്റൊരളവിലേക്ക് എടുക്കാം. കുഞ്ഞിന്റെ പേരില് കുട്ടിയൊരു പരീക്ഷ എഴുതി, അതിനെ ഇങ്ങനെ വഴക്ക് പറയാൻ വേണ്ടി ഇരിക്കുകയാണ് എല്ലാവരും. അപ്പോ വരട്ടെ, ആകപ്പാടാ നീ എന്താ ചെയ്തത്?
അവനെ ഈ പപ്പായുടെ വരവ് ഭീതിയോടെ കാത്തിരിക്കുകയാണ്. കാരണം ട്യൂഷന് വിട്ട, പണമടച്ച, എല്ലാ സഹായവും ചെയ്ത, വേണ്ടതെല്ലാം വാങ്ങിക്കൊടുത്ത ഈ കുട്ടി ഇതാ വേണ്ട പെർഫോമൻസ് കാണിക്കുന്നില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരാജയം വന്നു, അവനെ അടുത്തോട്ടേക്ക് വിളിച്ചു. എല്ലാവരും പ്രതികരിക്കുന്ന അവനെ ശിക്ഷിക്കും. പക്ഷേ അവനെ തന്നിലേക്ക് ചേർത്ത് ആലിംഗനബദ്ധനാക്കി നിർത്തുമ്പോൾ ഈ കുഞ്ഞിന്റെ കണ്ണീരുണ്ട്. ആ കണ്ണീരാണ് കൺഫെഷൻ. ആ കണ്ണീരാണ് നമ്മൾ പ്രാർത്ഥനയിൽ, നമ്മൾ ക്രൂശീകരണം കേൾക്കുമ്പോൾ, പാട്ട് പാടുമ്പോഴൊക്കെ ആ കണ്ണീരാണ് നമ്മൾ ചെല്ലുന്നത്. നമുക്ക് വേണ്ടി പ്രാണനെ തന്നവനെ ചൊല്ലിയുള്ള ആനന്ദ നിർഭരമായ ആ കരച്ചിൽ, അതെനിക്ക് നീതിയായിട്ട് അതല്ലായിരുന്നു കിട്ടേണ്ടത്. ശിക്ഷ കിട്ടേണ്ട സ്ഥാനത്ത് നന്മ മാത്രം തരാൻ കഴിയുന്ന ഒരുവനെ ലോകത്തുള്ളൂ, അത് നമ്മുടെ കർത്താവാണ്. സ്തോത്രം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കൂ. നമുക്ക് ലഭിക്കുന്ന സകല നന്മകളും ചെയ്ത പ്രവൃത്തിക്ക് ആനുപാതികമാണ്. അതൊക്കെ എത്രയോ പണ്ടേ കഴിഞ്ഞു. നമ്മൾ ചെറിയ നന്മയൊക്കെ ചെയ്യുന്ന മനുഷ്യരാണ്. പക്ഷെങ്കിൽ ആ നന്മയ്ക്ക് തത്തുല്യം അല്ലല്ലോ നമുക്ക് കിട്ടിയ അനുഗ്രഹം. നമ്മുടെ അനുഗ്രഹത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ അടി കിട്ടേണ്ട സ്ഥാനത്ത് അനുഗ്രഹം തരുന്ന ഒരു ദൈവത്തെ കണ്ടിട്ട് ഇത്രയൊക്കെ എനിക്ക് എന്തിനാണ് എന്ന് തോന്നുന്ന ഒരു ബോധമാണ് സത്യത്തിൽ ഭക്തനുണ്ടാകേണ്ടത്. അത് മതി എന്ന് വെക്കുന്ന ആ ബോധമാണ്. അപ്പൊ ഇവിടെ സ്ത്രീയുടെ സന്തതി എന്ന ആശയം ആദം ഹൗവമാർക്ക് കൊടുക്കാൻ കാരണം ഇമ്മീഡിയറ്റ് ആയിട്ട് വൂണ്ടഡ് ഹാർട്ടോടെ നിൽക്കുന്ന ഒരു സ്ത്രീക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ആശ്വാസമാണ് ഈ വാക്കുകൾ. നിന്റെ കുഞ്ഞ്, നിന്നെ തോൽപ്പിച്ചതാരോ അവന്റെ തല തകർക്കും. അത് ആദം ഹൗവയ്ക്കുളവാക്കിയ ആനന്ദം എത്ര വലുതായിരിക്കും എന്നറിയട്ടെ. ഒരുപക്ഷെ ഇന്നും സ്ത്രീകളാണ് കൂടുതൽ യേശുവിനെ അനുഗമിച്ചു വരുന്നത്. ക്രൂശിന്റെ ചുവട്ടിൽ നിന്ന് വിട്ടുപിരിയാതെ നിൽക്കുന്നവർക്കിടയിലും സ്ത്രീയുണ്ട്. ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തിയിൽ അതിനെ ചെന്ന് കണ്ടവർക്കിടയിലും സ്ത്രീകളുണ്ട് എന്നുള്ളതാണ്. സ്ത്രീ പക്ഷ നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കില്ല, മറിച്ചൊരു വലിയ സത്യം പറയാൻ വേണ്ടിയാണ്. എല്ലാ മണ്ഡലങ്ങളിലും സ്ത്രീ അപമാനിതയായപ്പോൾ, മതങ്ങളൊക്കെ സ്ത്രീയെ ചവിട്ടി തൂത്തപ്പം ഞെരുക്കിയപ്പോൾ, ഒതുക്കിയപ്പോൾ സ്ത്രീക്ക് വിലയും നിലയും പദവിയും കൊടുത്തവൻ യേശുവാണ്, വിശുദ്ധ തിരുവെഴുത്താണ്. ആദ്യ പ്രവചനം തന്നെ സ്ത്രീ ചെയ്തു പോയ തെറ്റിന് അവൾക്ക് പ്രായച്ചിത്തം ചെയ്യത്തക്ക വിധം ഒരു സന്തതി നിനക്ക് ലഭിക്കും. ഇത് ഈ വാക്കുകൾ കേട്ട ഔവയ്ക്കുണ്ടായ ആനന്ദം എത്ര വലുതായിരിക്കും. ആനന്ദ നിർഭരമായൊരവസ്ഥയിലാണ് ഔവ അതിനോട് പ്രതികരിച്ചത്. അവിടെ പാവത്തിൽ പുരുഷന് ഡയറക്റ്റ് പാർട്ടിസിപ്പേറ്റ് ഇല്ലല്ലോ, സ്ത്രീക്കായിരുന്നു. രണ്ടാമത് പുരുഷനും ആ വഴി തിരഞ്ഞെടുത്തു. അതിന്റെ ബിഗിനർ സ്ത്രീ തന്നെയായിരുന്നു. അവിടെ ഒഴിഞ്ഞു നിൽക്കുന്ന പുരുഷനെ കണ്ടു. ഇവിടെ പ്രവചനത്തിലും അങ്ങനെ ഒരു കാഴ്ച കാണാം. പ്രവചനത്തിലും പുരുഷന്റെ പേരില്ല, സ്ത്രീയുടെ സന്തതി. അപ്പോ അവിടെ സ്ത്രീക്ക് അഭിമാനിക്കാൻ ഒരു കാര്യമുണ്ട്. തെറ്റിപ്പോയ ഇടത്ത് നിന്ന്, ഇതേ തലത്തിൽ നിന്ന് തന്നെ ദൈവം ഒരു പരിഹാരം, ഈ ആന്റിബയോട്ടിക് ചികിത്സയുടെ തത്വം പോലെ, അല്ലെങ്കിൽ ഏത് രോഗത്തിൽ നിന്ന്, ഏത് വിഷത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഏത് കാരണത്തിൽ നിന്ന് നമുക്ക് രോഗമുണ്ടായോ അതേ കാരണത്തെ പ്രത്യേക പ്രോസസ്സിങ്ങിലൂടെ, സംവിധാനങ്ങളിലൂടെ മരുന്നാക്കി തീർക്കുന്ന ഒരു പ്രക്രിയ പോലെ. ഇത് സ്ത്രീയാണ് ഇതിന് കുറ്റവാളിയെങ്കിൽ ആ സ്ത്രീയുടെ ദുഷ്പേര് മാറ്റുന്ന വലിയൊരു പ്രവൃത്തി, അതുവഴി മനുഷ്യരാശിക്കെല്ലാം രക്ഷ, ഈ പുരുഷനും രക്ഷ, ആദമടക്കമുള്ള മനുഷ്യകുലത്തിന്റെ മുഴുവൻ രക്ഷയ്ക്ക് ഞാനിതാ ഈ സ്ത്രീയുടെ ഉദരം തുറക്കാൻ പോവുകയാണ്. ഈ സ്ത്രീക്കാണ് ഞാൻ വഴിയൊരുക്കുന്നത്. ഒന്നാലോചിച്ച് നോക്കുക. അപ്പോൾ ഈ ഉദരം ഏറ്റവും പരിശുദ്ധമായ ഒരു കർത്തവ്യത്തിന് വേണ്ടി ദൈവം മാറ്റിവെച്ചിരിക്കുന്നു. തന്റെ ഉദരം, പാപം ചെയ്തു പോയ തന്റെ തലമുറയുടെ ഉദരം, അങ്ങനെ എടുത്താൽ മതി, സ്ത്രീ കുലത്തിന്റെ ഉദരം. അപ്പോൾ ലോകത്ത് ഏറ്റവും വിളച്ചമായി സ്ത്രീയെ കാണുന്ന ഒരു മാനസിക അവസ്ഥയ്ക്ക് അപ്പുറത്തുന്നുകൊണ്ട് ആ ഉദരത്തിനൊരു പരിശുദ്ധ ഇടം കൽപ്പിച്ചു കൊടുത്ത വചനമാണ് തിരുവെഴുത്ത് എന്ന് പറയുന്നത്. ആ ഉദരത്തിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പരിഗണന. കാലമേറെ കഴിഞ്ഞിട്ട് യേശു പറയുന്നുണ്ട്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ വാതിലാകുന്നു. ഈ ഒരു പ്രയോഗം എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ വാതിൽ, വഴി എന്നൊക്കെ അർത്ഥമുണ്ടല്ലോ. ഞാൻ ഐ ആം ദ വേ എന്നൊരു പ്രയോഗമാണ്. ഞാനാണ് വഴി അല്ലെങ്കിൽ വാതിൽ എന്ന് പറയും. വാതിൽ എന്നൊരു അർത്ഥം തന്നെ എടുത്തോളൂ, ആ പ്രയോഗം തന്നെ എടുത്തോളൂ. ഈ വാതിൽ എന്ന് കേൾക്കുമ്പോ നമുക്ക് ഡോർവേ, അങ്ങനെയാണ് വാതിൽ. ഈ വാതിൽ എന്നൊരു അർത്ഥം കേൾക്കുമ്പോൾ നമുക്കതിനകത്ത് പ്രത്യേകിച്ച് ഒരു രൂപകാർത്ഥമുണ്ട് എന്നതിനപ്പുറത്തേക്ക് പഠിക്കാൻ തോന്നുന്നില്ല. പക്ഷേ ആ പ്രസംഗം കേട്ടവരിൽ ഏറ്റവും അധികം ആവേശഭരിതയായത് മറിയാണ്. അതിന് കാരണമുണ്ട്. വാതിലിന്റെ വില അവൾ നന്നേ മനസ്സിലാക്കിയിട്ടുണ്ട്. ഗർഭവതിയായവൾ ഭർത്താവിനൊപ്പം ചെന്നത്ര വാതിലിൽ മുട്ടി, ഒരു വാതിലും തുറക്കുന്നില്ല. ഒരു വാതിലും തുറക്കാതെ കൊട്ടിയടയ്ക്കപ്പെട്ടു. തുറക്കപ്പെട്ട വാതിലിന്റെ മുമ്പിലൂടെ ചെല്ലുന്ന ഘട്ടത്തിൽ ഒരു പുരുഷനെയും ഗർഭവതിയായ ഒരു സ്ത്രീയെയും കണ്ടപ്പോൾ തെറ്റിദ്ധരിച്ച ലോകം കഥകങ്ങ വലിച്ചടക്കിയ, നിന്നെ കാണണ്ട എന്നൊരർത്ഥത്തിൽ. ഈ കേസെടുക്കാൻ വയ്യ, പരിഗണിക്കാൻ വയ്യ, റിസ്ക് എടുക്കാൻ വയ്യ, കഥ കടച്ചു മാറിയിട്ട് ഉള്ളിലേക്ക് മാറുകയാണ്. ഉള്ളിലേക്ക് മാറുമ്പോൾ പല വാതിലും അടയുമ്പോൾ, ഏതൊരു വാതിലും കാണുമ്പോൾ അവൾക്ക് ദുഃഖമാണ്. ആ വീടിന്റെ പരിസരത്ത് കൂടിയൊക്കെ കാലമേറെ കഴിഞ്ഞ് അവൾ വരുമ്പോൾ ഓർക്കും, ഈ വഴിയിലാണ് ഞാനൊരു പ്രതീക്ഷയോടെ കയറിയത്,
അല്പം വെള്ളം കിട്ടുമെന്നോർത്ത്, അല്ലെങ്കിൽ എന്നെ ഒന്ന് സംരക്ഷിക്കുമെന്നോർത്ത്, ഒരു ഗർഭാവസ്ഥയിലെത്തിയ സ്ത്രീയുടെ പരിചരണവുമായി ബന്ധപ്പെട്ടത്ര കാര്യങ്ങളുണ്ട്, എന്നെ ഒന്ന് കെയർ ചെയ്യുമെന്നോർത്ത ഈ വീടിന്റെ വാതിലും കുട്ടിയടയ്ക്കപ്പെട്ടു. വാതിൽ എന്ന് കേൾക്കുന്നതേ അവൾക്ക് ശാപത്തിന്റെയും വേദനയുടെയും ഓർമ്മപ്പെടുത്തലായി നിൽക്കവേ കാലമേറെ കഴിഞ്ഞ് യേശു പ്രസംഗിക്കുകയാണ്, ഞാനാണ് വാതിൽ. അത് മറിയെ അത്ഭുതപ്പെടുത്താൻ കാരണമുണ്ട്. ലോകത്തിന്റെ വാതിലുകൾ കൊട്ടിയടയാൻ കാരണം യഥാർത്ഥ വാതില് എന്റെ ഉദരത്തിലുണ്ടായിരുന്നു. ശരിയായ വാതിൽ ഉദരത്തിൽ കിടന്നുകൊണ്ട് ആ വാതിൽ 2000 ആണ്ടായിട്ട് മനുഷ്യരാശിക്ക് മുമ്പിൽ തുറന്നു വെച്ചിരിക്കുകയാണ്. അത് ഞാനാണെന്ന് യേശു പറയുമ്പോൾ ആവേശഭരിതയായി തീർന്ന മറിയയിലേക്കാണ് എന്റെ മനസ്സ് ഇപ്പോൾ ഓടി വരുന്നത്. അങ്ങനെ ഔവ മുതൽ മറിയ വരെയുള്ള സ്ത്രീരത്നങ്ങളെ എടുത്താൽ അവിടെയെല്ലാം ഒരു തിരഞ്ഞെടുപ്പിൽ ഒരു പ്രത്യേകത കാണാം. ഈ യേശുവിന്റെ വംശാവലിയിൽ തന്നെ ചില സ്ത്രീകളെ കാണാം. രൂത്തിനെ കാണാം, രാഹാബിനെ കാണാം, അവിടെ താമാറിനെ കാണാം. ഇവരൊക്കെ തന്നെ ഏതാണ്ട് അയോഗ്യത കൽപ്പിക്കപ്പെട്ട ചില സ്ത്രീകളാണ്. താമാറിന് നല്ലൊരു ജീവചരിത്രം ഇല്ല. അവിടെ താമാറിന് മാത്രമല്ല, രൂത്തിന്റെ കഥയിലുമുണ്ട്, ഇതിലുമുണ്ട്, അവരുടെ കുലത്തിലുമുണ്ട് ചില പ്രശ്നങ്ങളുണ്ട്. താമാറില്, രൂത്തില്, പിന്നെ ഇങ്ങോട്ട് എടുത്താൽ രാഹാബിലും ഒന്നും നല്ലൊരു ചരിത്രമില്ല. പക്ഷേ ആ ആളുകൾ കൂടി തന്റെ വല്യമ്മച്ചിയാണെന്ന് പറയാൻ അപമാനം കാണിക്കാത്ത ഒരു യേശു സ്ത്രീജനത്തോടൊപ്പം പക്ഷം ചേരുകയാണ്. മാന്യ വനിതകൾക്കൊപ്പം നിന്ന് അവൻ മാന്യത ഉണ്ടാക്കുകയല്ല. മാന്യ വനിതകൾക്കൊപ്പം നിന്നിട്ട് അവരാണ് എന്റെ വല്യമ്മച്ചി എന്ന് പറഞ്ഞ് മാന്യത ഉണ്ടാക്കുകയല്ല. മാന്യത നഷ്ടപ്പെട്ടവർക്കുള്ളിൽ ഒപ്പം നിന്നിട്ട് അവർക്ക് മാന്യത കൊടുക്കുന്നവനാണ് യേശു. അതിന്റെ ഒരു അളവാ നമുക്കും ഈ ദിനങ്ങളിൽ കിട്ടിയിട്ടുള്ളതെന്ന് ഓർത്താൽ മതി. ഞാൻ യേശുവിനോടൊപ്പം നിന്നപ്പോൾ എന്റെ എന്തെങ്കിലും ഗുണങ്ങൾ അങ്ങോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുകയല്ല, മറിച്ച് യേശുവിന്റെ മാന്യതയുടെ ഒരളവ് അവൻ എനിക്ക് തരികയായിരുന്നു. ആ ഗുണം എനിക്ക് പകരപ്പെടുകയായിരുന്നു. ആ തെളിവ് കൊണ്ടാണ് അവഗണിക്കപ്പെട്ട ഈ സ്ത്രീകളുടെ പേര് അപൂർവമായിട്ടാണ് ആ ജീനിയോളജി കിടക്കുന്നത്. പക്ഷേ അതിന്റെ അർത്ഥം രൂത്തിനെയാണ് അവിടെ കൊണ്ട് വെച്ചിരിക്കുന്നത് ഓർക്കണം. അവിടെ കൊണ്ട് രാഹാബിനെയാണ് വെച്ചിരിക്കുന്നത്, താമാറിനെയാണ് വെച്ചിരിക്കുന്നത്. താമാറിന്റെ സംഭവം അറിയാമല്ലോ, അമ്മാവി അപ്പന്റെ ആ സംഭവങ്ങളൊക്കെ അറിയാമല്ലോ. അവിടെ നടത്തിയെടുക്കുക, അവൾ എത്ര നിരാശകളിലൂടെ കടന്നുപോയൊരു പെണ്ണാണ് താമാർ എന്ന് പറയുന്നത്. ആ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഭർത്താവ് മരിച്ച ശേഷമൊക്കെ ഉള്ള കഥകൾ നമുക്കറിയാം. യഹൂദ പറ്റിക്കുന്നതൊക്കെ നമുക്കറിയാം. അതിനുശേഷം വരുന്ന രാഹാബിനെ നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം വരുന്ന രൂത്തിനെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇവരൊക്കെ അവഗണിക്കപ്പെട്ട മനുഷ്യരാണ്. ഇവരെ നോക്കിയിട്ട് എന്റെ മുത്തശ്ശിയാണിതെന്ന് പറയാൻ അമാന്തിക്കാത്ത ഒരു യേശു. അത് കേൾക്കുമ്പോ സ്ത്രീ കുലത്തിലെല്ലാം ലഭിക്കുന്ന ഒരു ആവേശമില്ലേ, ഇവളെന്റെ മുത്തശ്ശിയാണ് എന്ന് പറയാൻ കാണിക്കുന്ന ഒരു ആവേശം, അതെത്ര ആനന്ദകരമാണ്. ഇതാണ് യേശുവിന്റെ പ്രത്യേകത. ഈ രാജ്യത്ത് വന്ന് ഏറ്റവും മാന്യന്മാരെ തിരഞ്ഞെടുത്തിട്ട് അവരുടെ നേതാവായിരിക്കല്ല, പാവികളെ, പരിഹാസികളെ, കൊല്ലരുതാത്തവരെ, ചരിത്രം നഷ്ടപ്പെട്ടവനെ പൊക്കിയെടുത്തിട്ട് ലോകത്തിന്റെ നെറുകയിലേക്ക് അവരെ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് തന്റെ പ്രാണനെ കൊടുത്തവനാണ് യേശു. അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് തങ്ങളുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്ന പിതാവിന്റെ പദ്ധതിക്ക് വിധേയനാകുന്നവനാണ് ക്രിസ്തു. അപ്പോൾ എന്താണ് സ്ത്രീയുടെ സന്തതിയുടെ ദൗത്യം എന്ന് ഓർക്കുക? സർപ്പത്തിന്റെ തല തെറുക്കുക. സർപ്പം എപ്പോഴും പാപത്തിന്റെ ഒരു പ്രചോദനമാണ്, പാപത്തിന്റെ ഒരു പ്രതീകമാണ്, തിന്മയുടെ ഒരു പ്രതീകമാണ്. ആ പാമ്പ് കൂടെ എന്താ പറയുക, മനുഷ്യ സമൂഹത്തെ കൊണ്ട് തെറ്റി ജയിക്കുന്ന ഒരു ശക്തിയായി പുറപ്പെട്ടിങ്ങി പോരുകയാണ്. അവന്റെ സർവനാശം നമ്മൾ കാണുന്നത് എവിടെയാണ്? അങ്ങ് വെളിപ്പാടിലാണ്. ഒടുക്കത്തെ ശത്രുവായി മരണം നീങ്ങിപ്പോകുമ്പോഴാണ്, പിശാചിനെ പിടിച്ചുകെട്ടി ഗന്ധക തീപ്പൊയ്യിൽ തള്ളുമ്പോഴാണ്. അപ്പോൾ ആ പഴയ പാമ്പിനെ അങ്ങനെ കളയുന്ന രംഗമുണ്ട്. അപ്പൊ ചിലർ ചോദിക്കാറുണ്ട്, ദൈവം കർത്താവായ യേശു ക്രൂശിൽ മരിക്കുമ്പോ കംപ്ലീറ്റ് അത് പോയില്ലേ, ഇപ്പോഴും അതിന്റെ ആ എഫക്റ്റ് ഇപ്പോഴും കിടക്കുകയാണോ? ഇവിടെ ഒരു പ്രശ്നം കൂടെ കിടക്കുന്നു. അത് വളരെ രസാവഹമാണ്. ഈ പ്രവചനം ഇതിന്റെ എഡ്ജ് പലയിടങ്ങളിലേക്ക് പോകുന്നുണ്ട് ഒരുപോലെ. അപ്പൊ ഒരു പ്രവചനം എടുത്താല് ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ, നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഒരു സഹോദരൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഇത് ഈ സ്ത്രീയുടെ സന്തതി യേശുക്രിസ്തു അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് യേശുക്രിസ്തുവിനെ കുറിച്ച് അല്ലെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. അതിന്റെ കാരണം പറയാം. അവന്റെ കുതികാല് തകർക്കും എന്നൊരു വാദമുണ്ട്. യേശുവിന്റെ കുതികാല് പിശാചി തകർത്തോ? ഒരിക്കലും ഇല്ല, തകർക്കാൻ പറ്റത്തുമില്ല. അപ്പൊ പിന്നെ അതെങ്ങനെ ശരിയാവും? ആ ഒറ്റ കാരണത്താൽ ഇത് തള്ളിക്കളയാം എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരിക്കൽ അദ്ദേഹത്തെ ഇങ്ങനെ നേരിട്ട് ആലുവയിൽ വെച്ചു കണ്ടു. ഞാൻ എന്റെ ചെറിയൊരു അഭിപ്രായ ഭിന്നത അദ്ദേഹത്തോട് പറഞ്ഞു. ഇത് ആദ്യത്തെ പ്രവചനമാണ്, പ്രോട്ടോ ഏവൻഗേലിയോനാണ് എന്നല്ല ഞാൻ പറഞ്ഞു. അപ്പൊ ഇതെങ്ങനെ തെറ്റി വരുന്നത്? അപ്പൊ ഇതാണ് കാരണം. അപ്പോൾ ഞാൻ സിമിലർ ആയ ഒരു കാര്യം എടുത്തു കാണിച്ചു. എന്താന്ന് വെച്ചാല്, നമ്മുടെ മത്തായി പറയുന്നുണ്ടല്ലോ, ഹോശയ പറയുന്നൊരു പ്രവചനം മത്തായി കോട്ട് ചെയ്യുന്നുണ്ട്. അതെന്താണ്? ഈജിപ്തിൽ നിന്ന് ഞാൻ, മിസ്രൈമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു വരുത്തും എന്ന് പറയുന്ന എന്നെഴുതിയ പ്രവചനം നിവൃത്തിയാകാൻ സംഗതി വന്നു. നമ്മുടെ കർത്താവ് അങ്ങ് ഈജിപ്തിലേക്ക് പോയിട്ട് അവിടെ വളർന്നിട്ട് നസറേത്തിലേക്ക് വന്ന് അവിടെ നസ്രായൻ എന്ന് പറഞ്ഞ് വളരുന്ന ഭാഗമാണ്.
അപ്പൊ ഈ മിസ്രൈമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു വരുത്തി എന്നെഴുതിയ പ്രവചനം നിവൃത്തിയാകാൻ സംഗതി വന്നു. ഇതാരാന്ന് ചോദിച്ചു. അത് യേശു വന്നു. അപ്പൊ അത് ഹോശ എടുത്ത് വായിപ്പിക്കും. വായിച്ചപ്പോൾ ഈ താഴെയും മുകളിലുള്ള കാര്യം യേശുവിന് ചേരിയല്ല. ഈ മകൻ മഹാതല്ലിപ്പൊളിയും ഇടങ്കേട് ഉണ്ടാക്കുന്ന ആളും അനുസരണ ഇല്ലാത്ത ആ ഒരു ആളായിട്ടാണ് കാണുന്നത്. യേശു ഇങ്ങനെ ആയിരുന്നു എന്ന് ചോദിച്ചു. അതല്ലെന്നോ. അപ്പൊ പിന്നെ ഇത് എങ്ങനെ ചേർക്കും? ഇത് എവിടെ കൊണ്ട് വെക്കും? അപ്പൊ പിന്നെ തള്ളിക്കളയണ്ടേ? അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. അപ്പൊ ഞാൻ അതിന്റെ കൺക്ലൂഷൻ പറഞ്ഞു, എല്ലാരും കേൾക്കേണ്ടതാണ്. ഒരു പ്രവചനത്തിൽ യേശുവിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഉണ്ടതിൽ അതിന്റെ കാരണം മനുഷ്യരാശിയുടെ പ്രതിനിധിയാണ് യേശു. നമ്മെ പ്രതിനിധിയാക്കി വെച്ചിരിക്കുകയാണ്. മനുഷ്യനാണ് അവിടെ, മനുഷ്യന്റെ പ്രതിനിധിയാണ് യേശു. അപ്പോ അവിടെ എന്നെ കുറിച്ച് കൂടിയാ പറയുന്നത്, നിങ്ങളെ കുറിച്ച് കൂടിയാ പറയുന്നത്. നമ്മളല്ല അതിൽ അന്തർലീനമാണ്. ആദവിൽ എല്ലാവരും ഉള്ളതുപോലെ ക്രിസ്തുവിലും ഉണ്ട് നമ്മളല്ല. ഒടുക്കത്തെ ആദമാണ് ക്രിസ്തു. മനുഷ്യരാശിയാണ്. മനുഷ്യരാശിയോട് സാത്താൻ എന്നും കയർത്തുകൊണ്ടിരിക്കുകയാണ്. ആ കയർത്തുകൊണ്ടിരിക്കുമ്പോൾ സഭ എന്ന് പറഞ്ഞ ബോഡി ഓഫ് ക്രൈസ്റ്റ് ആണ്. അപ്പൊ കർത്താവ് തല ചവിട്ടി തകർത്തു. നീ അവന്റെ കുതികാൽ തകർക്കും എന്ന് പറഞ്ഞാൽ മുന്നോട്ടുള്ള മനുഷ്യരാശിയുടെ ഗമനമുണ്ട്. ആ ഗമനത്തിന് എന്ന് ഇവൻ തടസ്സം. ആ കുതികാല അവൻ തകർക്കുന്നത്. എന്റെ നിങ്ങളുടെ ആ കുതികാല് തീർക്കുന്നത്. അതിനെ അതിജീവിച്ചവനാണ് കർത്താവ്. അപ്പൊ ചവിട്ടി തകർക്ക് തല തകർക്കുന്നത് എന്ന ഘട്ടത്തിൽ കുതികാല് തീർക്കുന്നത് യേശുവിന് ബാധകമല്ല. അത് സത്യമാണ്. യേശുവിനെ ഒരിക്കലും യേശുവിന്റെ കുതികാല് തീർക്കാൻ പറ്റില്ല. പക്ഷെ മനുഷ്യരാശിയുടെ മുമ്പോട്ടുള്ള സത്യത്തിലേക്കുള്ള പ്രയാണത്തിന്റെ വഴി തടഞ്ഞ് ആ കുതികാൽ അവൻ തകർത്തു. കുതികാല് തകർക്കുമ്പോൾ മുമ്പോട്ടുള്ള ഗമനം നമുക്ക് സ്പീഡില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തി. അത് ചരിത്രത്തിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ആ വഴി ഏറ്റവും ലാഗ് ചെയ്യുന്ന ഒരു സ്ഥിതി എത്തി. അപ്പോഴേക്കാണ് അവന്റെ തലയെ തകർത്ത് കളഞ്ഞു. അപ്പൊ ആ ഒരു പ്രവചനത്തിന് പലതരം എഡ്ജുണ്ട്. പല മണ്ഡലങ്ങളിലേക്കാണ് അത് പോകുന്നത്. മിസ്രൈമിൽ നിന്ന് വിളിച്ചു വരുത്തി എന്ന് പറയുന്ന ഇടത്ത് യേശുവിന് ചേരുന്ന ഒരു കാര്യമേ ഉള്ളൂ. ബാക്കിയൊന്നും യേശുവിന് ചേരില്ല. ഇസ്രായേലിനാണ് ചേരുന്നത്. ഇസ്രായേൽ മക്കൾ അതുപോലെയാ. മിസ്രൈമിൽ നിന്ന് വരുമ്പോഴേക്ക് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ അവരുണ്ടാക്കിയ കാര്യം പ്രവാചകൻ പറഞ്ഞിട്ട് ആ പ്രവചനത്തിനകത്ത് മഷികൈകമായ ഒരു ചെറിയ രത്നം ഒളിപ്പിച്ചു വെച്ചതാണ് മത്തായി അത് മാത്രം തിരഞ്ഞെടുക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. ആരെങ്ങനെ അവഗണിച്ചാലും മഷികയെക്കുറിച്ച് മറഞ്ഞു കിടക്കുന്ന മർമ്മങ്ങൾ പ്രവചനങ്ങളായി കിടക്കുന്നത് എടുത്ത് ഇപ്പുറത്ത് ഫില്ല് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ആ ബാക്കി വരുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള നിവൃത്തിയാണ്. അപ്പൊ പ്രവചനത്തിന്റെ ഒരു പൊതു സ്വഭാവം പറഞ്ഞു. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് പ്രവചന നിവൃത്തിയോട് ബന്ധപ്പെട്ട്. അത് പോകട്ടെ. അപ്പോൾ സ്ത്രീയുടെ സന്തതി എന്ന യേശുവിന് പേര് കിട്ടി. ഇനി ഒരു വലിയൊരു അപകടമുണ്ട്. അത് കൂടി ഞാനെന്ന് പറഞ്ഞ് സമയം എത്തുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഈ ആദം ഹവ്വമാർക്ക് 2 കുട്ടികളുണ്ടായി. അതില് കയീനും ഹാബേലും. ഇവരെ കയീനെ കൊന്നു കളഞ്ഞു. അപ്പൊ കയീനെ കൊന്നു കളയുമ്പോഴേക്കും അയാള് ഇല്ല, കയീൻ ഹാബേലിനെ കൊന്നു കളഞ്ഞു. കയീൻ കൊലപാതകയായി, ഹാബേലില്ല. ഹാബേലാണ് ആദ്യ നീതിമാൻ. അപ്പൊ മതസംഘടനത്തിന്റെ പേരിലെ ആദ്യത്തെ മരണമാണ്. ആദ്യത്തെ മതസംഘർഷമാണ് ലോകത്തിലെ തന്നെ. ആ മതസംഘർഷ ഏകപക്ഷിയാണ്. ലോകത്തിലെ ആദ്യത്തെ കൊല പോലും ആരാധനയിൽ ജയമെടുത്തവനെ പരാജയപ്പെട്ടവൻ കൊന്ന ചരിത്രമാണ്. ആത്മീയമായി വിജയിച്ചവനെ അനാത്മീയൻ കൊല്ലുന്ന ഒരു ചരിത്രമാണ്. ജയമെടുത്തവനെ ഉന്മൂലനം ചെയ്യുന്ന ഒരു ബോധമാണ്. സത്യത്തിൽ അവിടുത്തെ ജയം ഹാബേലിന് തന്നെയാണ്. അപ്പോൾ എപ്പോഴും അതാണ് അശക്തന്റെ ആയുധമാണ് മരണം. അവനെ കൊല്ലുക എന്നുള്ളത്. അത്തരം വഴികളാണ് തിരഞ്ഞെടുത്തത്. അവനാണ് ആയുധം ഉപയോഗിച്ചത്. കൊന്നുകളഞ്ഞപ്പോൾ ഒരു പ്രശ്നം അവശേഷിക്കുന്നു. ഇനി ഈ പ്രവചനം നിറവേറുന്ന എങ്ങനെ? കാരണം കയീനിലൂടെ പറ്റില്ല. ഹാബേലും മരിച്ചു. അവിടെയാണ് വചനം കിടക്കുന്നത്. ദൈവം ഹാബേലിന് പകരം ഒരു പുത്രനെ ആദമിന് കൊടുത്തു. ആദം ഹവ്വമാർക്ക് കൊടുത്തു. അപ്പൊ നമ്മുടെയൊക്കെ വീട്ടില് കുട്ടികൾ മരിച്ച സംഭവമൊക്കെ ഉണ്ട്. പണ്ടത്തെ കാലത്ത് ഒരു വീട്ടില് 3-4 പേരൊക്കെ മരിക്കുമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള സംഭവമുണ്ട്. 8-10 മക്കളൊക്കെ ഉള്ളിടത്ത് ഒരു കുട്ടിയെങ്കിലും മരിച്ച ചരിത്രമൊക്കെ അന്നത്തെ കാലത്തൊക്കെ ഉണ്ട്. ഇപ്പൊ അത് അപൂർവമാണ്. മോഡേൺ സയൻസിന്റെ വളർച്ച അങ്ങനെ അതിനെയൊക്കെ ഒത്തിരി അഭിവൃദ്ധിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ അങ്ങനെ വരുന്നൊരു ഘട്ടത്തില് ഒരു വീട്ടിൽ 3-4 കുട്ടികളുണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ സെൻസസ് എടുക്കാൻ വരുന്ന ആള് ചോദിക്കുമ്പോൾ എത്ര മക്കളുണ്ട്? അപ്പൊ പറയുന്നു, മക്കളുടെ പേരും എല്ലാം പറയും. പേരും കാര്യം എല്ലാം പറഞ്ഞു കൊടുക്കുമ്പോഴേക്ക് ആദ്യത്തെ കുട്ടി മരിച്ച കാര്യം എന്ന് പറയുന്നത് വേണോ നീക്ക് വേണ്ട എന്ന് പറയാം എന്ന് വിചാരിക്കുക. അപ്പോഴേക്ക് ആദ്യത്തെ കുട്ടി മരിച്ചു, പകരം ഒരു കുട്ടി ഉണ്ടെന്ന് ആരും പറയും. പിന്നുണ്ടായ കുട്ടിയെ പകരം ഒരു കുട്ടിയെ കിട്ടിയെന്ന് പറയും. ഒരിക്കലും പറ്റില്ല. ആദ്യത്തെ മകൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന കുട്ടി ഒരിക്കലും പകരമല്ല. പകരം കിട്ടുന്നതല്ല, ഇത് നാച്ചുറലാണ്, സ്വാഭാവികമായിട്ട് കിട്ടുന്ന. പക്ഷെ ആദം ഹവ്വമാർക്ക് പകരം ഒരു പുത്രനെ കൊടുത്തു. ഈ പകരം എന്ന പദത്തിന്റെ വില മനസ്സിലാക്കണമെങ്കിൽ ക്രൂശിലേക്ക് വരണം. വൈക്കേരിയസ് ഡെത്ത് ഓഫ് ക്രൈസ്റ്റ്. കർത്താവ് നമുക്ക് വേണ്ടി പകരം മരിക്കുക. അവിടെ 2 ലൈനേജ് കുറയ്ക്കുക. 2 ലൈനേജ്. ഒന്ന് ആദം, ശേത്ത്, ഏനോഷ്, കേനാൻ, മഹലേൽ, യാരദ്, മെഥൂശലേഹ്, ലാവക്ക്, നോഹ. ഇങ്ങനൊരു തലമുറ കുറയ്ക്കുകയാണ്. ഇപ്പുറത്ത്
കൈയിന്റെ ഒരു തലമുറ വരികയാണ്. കൈനൈറ്റും ഷേത്തൈറ്റ്സും ഒരേ സമയത്ത് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. അപ്പൊ കൈനൈറ്റ്സ് ഒരു വഴിക്ക്, ഷേത്തൈറ്റ്സ് വേറൊരു വഴിക്ക്. അപ്പൊ ഷേത്തിന്റെ ആ തലമുറയിൽ ആദം, ഷേത്ത്, ഏനോഷ്, കേനാൻ, മഹലേൽ, യാരദ്, ഹാനോക്ക്, പിന്നെ മെതുശലേ, ലാമക്ക്, നോഹ, മെതുശലേഖിന്റെ ഒക്കെ ആ പരമ്പര. അതിൽ നോഹ വരിക 10ാം തലമുറയിൽ. നിങ്ങൾ ഇവിടെ കാഴ്ച കാണാം. അപ്പോ ഷേത്തിന്റെ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി എന്ന കാലം. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൃത്യമായിട്ട് തന്നെ പറയാം. ആരാധന തുടങ്ങി എന്ന് പറയും. അപ്പുറത്ത് അതേ തലമുറയിൽ ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു എന്ന കാലം. അതേ തലമുറയിൽ നോഹ പെട്ടകം പണിയുകയാണ്. അതേ തലമുറയിൽ നിന്ന് അബ്രഹാം ജനിക്കുകയാണ്. അതേ തലമുറയിൽ നിന്ന് ദാവീദ് ജനിക്കുകയാണ്. അതേ തലമുറയിൽ നിന്ന് നമ്മുടെ കർത്താവായ യേശു ജനിക്കുകയാണ്. അപ്പോഴാണ് ഈ പകരം എന്ന പദത്തിന്റെ കൃത്യാർത്ഥം കിട്ടുന്നത്. വ്യക്തമായി ഞാൻ മനസ്സിലാക്കുന്നു. അതായത് ആദം ഹാബേലിന് പകരം ഒരു പുത്രനെ കൊടുത്തു. ആ പകരത്തിൽ നിന്ന് ഒരു പകരക്കാരനെ കാൽവരി ക്രൂശിൽ കിട്ടുമ്പോ ആ ലൈനേജ് എത്ര കറക്റ്റ് ആണെന്ന് ഓർത്ത്. എന്നാൽ അതത്ര എളുപ്പമായിരുന്നില്ല. ആ വർക്കത്ര എളുപ്പമായിരുന്നില്ല. അതിന്റെ കാരണം ഈ പ്രവചന പദ്ധതി നടപ്പിലാകാതിരിക്കാൻ സാത്താൻ എല്ലാ ശ്രമവും നടത്തി. ഇന്നലെ അതാ നമ്മൾ പറഞ്ഞു. സാത്താൻ എല്ലാ ശ്രമവും നടത്തിയോണ്ടാണ് നമ്മുടെ ഗോത്ര മാതാക്കളെ എടുത്താൽ ഒരു നിശ്ചിത കാലത്തേക്ക് ഇവരൊക്കെ തന്നെ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയാത്തൊരവസ്ഥ സംജാതമായിട്ടുണ്ട്. ശരിയാണോ നോക്കിയേ? അത് നമുക്ക് റിബേക്കയിൽ കാണാം. അത് നമുക്ക് മറ്റേ സാറായിൽ കാണാം. അവരുടെ ഉദരം അടഞ്ഞിരിക്കുന്നു നിശ്ചിത കാലത്തേക്ക്, തുറക്കപ്പെടുന്നില്ല. അപ്പോഴാണ് ഞാൻ ഈ ഉൽപ്പത്തി വായിച്ചിട്ട്, മത്തായിയുടെ സുവിശേഷം വായിച്ചിട്ട് അബ്രഹാം ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു എന്നൊരു വാക്യമുണ്ട്. സത്യത്തിൽ നമ്മളത് പെട്ടെന്ന് അങ്ങ് വായിച്ചു വിടുക. അതിന് താഴോട്ടുള്ള വാക്യങ്ങളും കുട്ടികളൊക്കെ അത് ചിലരിങ്ങനെ മനപ്പാഠം പഠിച്ചു വെച്ചിട്ടുണ്ട്. ആ വാക്യം അത് ഞാൻ അത് ഒരിക്കൽ അവിടെ മനപ്പാഠം ആക്കാനൊരു കാരണമുണ്ട്. നമ്മൾ ഈ ക്രൈസ്തവ ചിന്തയുടെ ഒരു പ്രോഗ്രാമിൽ നമ്മളുടെ സ്വരാജ് എന്ന് പറഞ്ഞൊരു MLA വന്നു. അപ്പൊ ഞാൻ ആണ് അത് ആ പ്രോഗ്രാമിന്റെ അധ്യക്ഷൻ. ഇദ്ദേഹം ബൈബിളിനെ പറ്റി പ്രസംഗിച്ച് കേട്ടിട്ട് നമുക്കെല്ലാം നാണം വന്നു. കാരണം അങ്ങനെ ഗലാത്യർ 6:1 പറയുന്നു, കൊലോസ്യർ 3:17 പറയുന്നു. അപ്പൊ നമ്മളുടെ കക്ഷികൾ ഇങ്ങനെ ഇരുന്ന് ബൈബിൾ നോക്കിക്കൊണ്ടിരിക്കുന്ന പുള്ളി മനപ്പാടാ പറയും. ആ കൂടെ ഈ മത്തായി ഒന്നങ്ങ് മനപ്പാടം പറഞ്ഞു. എനിക്കങ്ങ് ആകപ്പാട ഇതായിപ്പോയി. നമ്മൾ എന്തിനാ അവിടെ ഇരിക്കുന്നു എന്ന് തോന്നിപ്പോയി. ഒരു പാസ്റ്ററായതിൽ ആദ്യമായി ദുഃഖിച്ച ഒരു ദിവസമാണ്. കാരണം നമ്മുടെ മുമ്പിൽ വന്നിട്ട് ഇദ്ദേഹം ഇതുപോലെ സംസാരിക്കുക, വളരെ ഫ്ലൂ. അപ്പൊ ഞാനിത് കഴിഞ്ഞ് വെച്ചു, സാർ എങ്ങനെയാണ് ഇത് ഇങ്ങനെ പഠിച്ചത്? ഞങ്ങളൊക്കെ പഠിക്കുന്ന പോലെ നിങ്ങൾ എങ്ങനെ പഠിച്ചു എന്ന് പറഞ്ഞാണ്. ഒരു ദിവസം കുറഞ്ഞത് 2 ചാപ്റ്റർ വായിക്കാതെ, ബൈബിൾ വായിക്കാതെ ഉറങ്ങുന്നില്ല. അത് വായിച്ചിട്ട് ഇനി എന്നാ ദൂരം യാത്ര ചെയ്ത് ചെന്നാലും ഞാനിത് വായിച്ചിട്ടേ കിടക്കും. പല കൃതികൾ വായിക്കും, പക്ഷെ ഇത് മസ്റ്റാണ്. എന്താണെന്ന് വെച്ചാൽ പറയാ, ഞാൻ ദൈവവിശ്വാസി ഒന്നുമല്ല, പക്ഷെ ഇത് വായിക്കുന്നത് ഒരു ആശ്വാസമാണ്, ഒരു സുഖം, ഒരു തൃപ്തി. അപ്പൊ ഞാൻ അതിൽ അത്ഭുതപ്പെട്ടു പോയി. അതൊരു ഒരു നിരീശ്വരന് പോലും ആശ്വാസം കൊടുക്കാൻ പാകത്തിനുള്ള ഒരു ഔഷധം അതിനകത്തുണ്ട്. ദൈവം പ്രവർത്തിക്കട്ടെ, അത് മറ്റൊരു സത്യം. അവർക്ക് കൊണ്ട് കൊടുക്കാൻ പാകത്തിനുള്ള ഒരു ഔഷധം, ഒരു സ്വാന്തനം പകരാനുള്ള ചിലത് അതിലുണ്ട്. അപ്പൊ അതിലൊരു കാഴ്ച ഞാനിങ്ങനെ അതിൽ നിന്ന് ഓർത്തൊരു കാര്യം. അബ്രഹാം ഇസാക്കിനെ ജനിപ്പിച്ചു. കേട്ട ഒരു ചെറിയ വാക്യമാണ്. ആ ഒറ്റ വചനത്തിലൂടെ 100 ആണ്ടുകളുടെ ബന്ധനത്തെ തകർത്തൊരു വാക്യമാണ് മത്തായി എഴുതുന്നത്. 100 വർഷം തടയപ്പെട്ട ഒരു അനുഗ്രഹം മുഴുവൻ ഒറ്റയടിക്ക് പൊട്ടിച്ചു കളയുന്ന വാക്കാണ് ഈ ഒറ്റ വചനത്തിൽ കിടക്കുന്നത്. 100 വർഷം ഒരു കുടുംബത്തെ മുഴുവൻ, കുഞ്ഞിനെ ജനിപ്പിക്കാൻ കഴിയാതെ കിടന്ന മൃതപ്രായനായ മനുഷ്യന്റെ, കുഴിയിലേക്ക് കാല് നീട്ടിക്കിടന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ മുഴുവൻ ബന്ധനവും തകർത്തൊരു മഹത്തര വാക്യമല്ലേ. എത്ര മണിക്കൂർ പ്രസംഗിക്കാനുള്ള ഒരു ഒറ്റ ചിന്ത ആ ഒറ്റ വചനത്തിൽ കിടപ്പുണ്ട്. കേവലം ജനിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അബ്രഹാം ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു എന്ന വാക്യത്തിൽ സാത്താൻ അടച്ചു വെച്ച നന്മയ്ക്ക് മീതെ ഉള്ള അതിജീവനത്തിന്റെ വിളംബരമാണ് ആ ഒരൊറ്റ വാക്യം തരുന്നത്. എത്ര ചേതോകരമായ ഒരു കാഴ്ചയാണ് അതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും എന്താ ഇങ്ങനെ പറയാൻ കാരണം, പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക, അബ്രഹാം ഈ ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു എന്നൊരു കേവലാർത്ഥത്തിൽ മാത്രം കിടക്കുന്ന ഒരു കാര്യമല്ല. സ്ത്രീയുടെ സന്തതി ഈ പറയപ്പെട്ട പ്രവചന പദ്ധതി നിറവേറും എന്നുള്ളതൊരു സത്യം. പക്ഷെ നിറവേറാതിരിക്കാൻ പാകത്തിന് സാത്താൻ നിഴൽ പോലെ പിൻപറ്റുകയാണ്, കൂടെ നടക്കുകയാണ് ഇത് നടപ്പിലാകാതിരിക്കാൻ. നമുക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും, നമുക്കെല്ലാം വാഗ്ദത്വമുണ്ട്. അപ്പൊ നമ്മൾ ഈ വാഗ്ദത്വം നടപ്പിലാകാതിരിക്കുന്നതിന് നമ്മൾ കേട്ട പ്രവചനം പറഞ്ഞവരെയൊക്കെ ഒരു പക്ഷെ അത് ഇതൊക്കെ പറയും. പക്ഷെ നമ്മളൊരു കാര്യം ഓർക്കേണ്ടത്, നമ്മൾ പെന്തക്കോസ്ത് സഭകൾ പ്രവചനത്തിൽ വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് തെറ്റായിട്ട് ആരെങ്കിലും കള്ളപ്രവാചകന്മാർ അത് ഇതൊക്കെ പറഞ്ഞു കാണും. പക്ഷെ പ്രവചനമേ ഇല്ല എന്ന നിലയിൽ വരണ്ട മനസ്സായിരിക്കരുത് നമ്മുടേത്. വരണ്ട മനസ്സോടെ ഇരിക്കുന്ന എന്തിനാണ്?
ഇന്നും ദൈവം ആ ശുശ്രൂഷ ചിലർക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ശുശ്രൂഷ ചെയ്യുന്ന യുവാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ ഇടയിൽ നിന്ന് ആളുകൾ എഴുന്നേൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. സഭയിൽ പ്രവചനത്തിന്റെ പ്രസക്തി എത്ര വലുതാണെന്നുള്ളത് തിരുവെഴുത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് കൃത്യമായിട്ട് തന്നെ. പ്രവചിച്ചുകൊണ്ട് ഒരാള്, നിങ്ങൾ പ്രവചിക്കുക, ഒരു അവിശ്വാസി കയറി വന്നാൽ, അന്യഭാഷ പറയുമ്പോൾ അവിശ്വാസി കയറി വന്നാൽ നിർത്തിയേക്കണമെന്നാണ്. പ്രവചനമാണെ നിർത്തണ്ട. കാരണം നിങ്ങളുടെ ഇടയിൽ ദൈവം വാസ്തവമായി ഉണ്ട് എന്ന് അവൻ തിരിച്ചറിയുമെന്നാണ് പ്രവചനം കേട്ടുകഴിഞ്ഞാൽ. അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എത്ര എത്ര ഉണ്ട്. പൂർവികന്മാർ അങ്ങനെ എത്രയോ നല്ല നിലയിൽ പ്രവചിച്ച ദിവാസന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ആരൊക്കെയോ കള്ളം പറഞ്ഞു, ദുരുപയോഗം ചെയ്തു. ദ്രവ്യാഗ്രഹികൾ അതിനു വേണ്ടിയിട്ട് ഈ പ്രവചനം മിസ്യൂസ് ചെയ്തു. അത് ക്ഷിപ്രവിശ്വാസികളായ ആളുകൾക്ക് സാമ്പത്തിക നഷ്ടമുണ്ടാക്കി എന്നൊക്കെ പറയുന്ന കാര്യം നമ്മുടെ മുമ്പിലുണ്ട്. അതിനും പുതുമയില്ല സാർ. അതൊക്കെ പണ്ടേ ഉണ്ട്. കള്ളപ്രവാചനം ഇന്നലെ ഒരു ദിവസം കൊണ്ട് ഉണ്ടായതൊന്നുമല്ല. അത് പെന്തക്കോസ്തുകൾ വന്ന ശേഷം ഉണ്ടായതല്ല. വർഷങ്ങൾക്കപ്പുറത്തേ ഉണ്ട് ഈ കാര്യം. ഞാൻ അതിന് തന്നെ ഒരു കാര്യം പറഞ്ഞു, ഈ ഒരു ഡിബേറ്റിനകത്ത് പറഞ്ഞു, ലോകത്ത് ദൈവം സ്ഥാപിച്ച സഭയാണോ പെന്തക്കോസ്ത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്നാന്ന് ചോദിച്ചു. തെളിവെന്ന് പറഞ്ഞാൽ കള്ളപ്രവാചകന്മാർ നിങ്ങളുടെ എവിടെയും എഴുന്നേക്കുമെന്ന് വചനമുണ്ട്. യാക്കോബായി എഴുന്നേക്കുന്നില്ല, CSI എഴുന്നേക്കുന്നില്ല, കത്തോലിക്ക എഴുന്നേക്കുന്നില്ല, ഞങ്ങളുടെ ഇടയേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങളോടുള്ള മുന്നറിയിപ്പാ ഞങ്ങളാ യഥാർത്ഥ സഭ എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? ഞങ്ങളാണ് യഥാർത്ഥ ദൈവസഭ. എന്താ കാര്യം? ഈ ബ്രദറൻ സഭയിൽ നിന്ന് കള്ളപ്രവാചകൻ എഴുന്നേക്കുന്നുണ്ടോ? യാക്കോബാ സഭയിൽ നിന്ന് എഴുന്നേക്കുന്നുണ്ടോ? ഓർത്തഡോക്സിൽ നിന്ന് എഴുന്നേക്കുന്നുണ്ടോ? CSI എഴുന്നേക്കുന്നുണ്ടോ? ഒന്നുമില്ല. കള്ളപ്രവാചകൻ നമ്മുടെ ഇടയിൽ നിന്ന് എഴുന്നേക്കുള്ളൂ. കർത്താവ് പറഞ്ഞാൽ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേക്കും. പൗലോസ് അപ്പോസ്തലനൊക്കെ പറയാം നിങ്ങളുടെ ഇടയിൽ നിന്ന്. സകല കൊസ്രാക്കൊള്ളികൾ ഇവിടുന്ന് എഴുന്നേക്കാൻ കാരണം എന്താ? ഇതാണ് റിയൽ ചർച്ച് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സഭ. ഞാൻ ടെന്നസിയിലെ ചർച്ചക്കൂടോ, അറ്റ്ലാന്റയിലെ ചർച്ചക്കൂടോ, മുളക്കുഴ ചർച്ചക്കൂടോ അല്ല പറഞ്ഞ് മുഴുവൻ പെന്തക്കോസ്ത് സഭകളെയും എടുത്തു പറഞ്ഞൊരു തമാശയാണ്. എന്തിനാണെന്ന് വെച്ചാല് ഇതൊരു മുന്നറിയിപ്പാ. അതിലൊരു മെസ്സേജ് ഉണ്ട്. അപ്പോ പറഞ്ഞത് ഈ വ്യാജ പ്രവചനങ്ങളൊക്കെ ഉള്ളപ്പോഴും പ്രവചനത്തിന്റെ ആ ഷാർപ്പൻഡ് ആരോസ് അത് ചെന്ന് കൊള്ളുന്ന ഇടം കണ്ടോ? ഇത് കൊള്ളുന്ന ഇടം എന്ന് പറയുന്നത് കൃത്യമായി തന്നെ അതിന്റെ ലക്ഷ്യത്തിലേക്ക് അത് പോകുന്ന കണ്ട. പക്ഷിയുടെ കണ്ണിൽ കൊള്ളാൻ പാകത്തിന്, കറങ്ങുന്ന പക്ഷിയുടെ കണ്ണിൽ കൊള്ളാൻ പാകത്തിന് അസ്ത്രമയക്കുന്ന ഒരു സംഭവമുണ്ട്, ഒരു കഥയുണ്ടല്ലോ. എന്ന് പറഞ്ഞ പോലെ കൃത്യം പ്രവചനം പോകുന്നത് അതിന്റെ ലക്ഷ്യത്തിലേക്കാണ്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് അതൊന്ന് തടയാമോ എന്ന് നോക്കുന്ന ശ്രമങ്ങളാണ് സാത്താനിൽ കണ്ടത്. സാത്താൻ അതിനൊത്തിരി മീഡിയകളെ പരീക്ഷിച്ചു. ചില ആളുകൾ അതിലേക്ക് വന്നു. പക്ഷെ അതൊന്നും വിജയിച്ചില്ല. ഗോത്രമാതാവായ സാറയുടെ ഉദരമടയ്ക്കുന്ന കാഴ്ച കണ്ടു. ഇനിയുണ്ട് അതിന്റെ കുറെ ഒരു ചാനലുണ്ട്. അതായത് ഇത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോ ഈ പ്രവചനം ഡെവലപ്പ് ആകുന്ന ഒരു കാഴ്ച കാണാം. അത് ഭയങ്കര രസവഹാണ്. അതായത് ഉൽപ്പത്തി തുടങ്ങുന്ന ഇടത്ത് സ്ത്രീയുടെ സന്തതി എന്നാണ് യേശുവിനെ വിളിച്ചത്. ഉൽപ്പത്തി തീരുമ്പോഴേക്ക് യേശുവിന് വേറൊരു പേര് കിട്ടി. 49 അധ്യായത്തിൽ യഹൂദ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും എന്ന് പറയുന്നൊരു ഭാഗമുണ്ടല്ലോ 49. അത് ഭയങ്കര രസകരമായ ഒരു കവിത പോലെയാണ്. എന്നിട്ട് അറിയാണ്, യഹൂദ ഒരു ബാലസിംഹം, അവൻ സിംഹി പോലെ പതുങ്ങിക്കിടക്കും, അവകാശമുള്ളവൻ വരുക, രാജദണ്ഡ് ചെങ്കോൽ അവന്റെ കാൽക്കീഴിൽ നിന്ന് നീങ്ങിപ്പോകയില്ല. അപ്പോൾ സിംഹി പോലെ കിടക്കുന്ന സിംഹം, സിംഹി എന്ന് പറഞ്ഞാൽ പെൺ സിംഹമാണ്. അപ്പൊ അതിങ്ങനെ കിടക്കുന്നു. അപ്പൊ യഹൂദയെ ഉറങ്ങുന്ന സിംഹത്തോട് ഉപമിച്ചു. അവകാശമുള്ളവൻ വരും വരെ ആ ഗോത്രത്തിന്റെ കയ്യിൽ ഇതിരിക്കും. അപ്പോൾ യേശു ജനിക്കുന്ന ഗോത്രം സ്പെസിഫൈ ചെയ്യുകയാണ് ഉൽപ്പത്തി. അല്പം മുമ്പ് അഡ്രസ്സ് ചുരുക്കമായിരുന്നു, സ്ത്രീയുടെ സന്തതി. ഇപ്പൊ നമുക്ക് ഗോത്രം കിട്ടി, ഏത് ഗോത്രത്തിൽ ജനിക്കും. അല്പം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അവരുടെ ആ വംശത്തെ കൃത്യമായി ഉറപ്പിക്കുക. നമ്മൾ മുമ്പേ പറഞ്ഞ കക്ഷി യാക്കോബിൽ നിന്നൊരു നക്ഷത്രം ഉദിക്കും. ഇനി കുറെ കഴിയുമ്പോഴേക്ക് മീഖ വന്നിട്ട് കൃത്യമായിട്ട് ഈ സ്ഥലം പറഞ്ഞു തരിക, ജനിക്കേണ്ട സ്ഥലം. അത് പറയുക ബേദലഗേമിലെ എഫ്രാത്തയിലെ ബേദലഗേം. അന്ന് 2 ബേദലഗേമുണ്ട്. ആ ബേദലഗേമിലെ ഏതെങ്കിലും ഒരു ബേദലഗേമി ജനിക്കുമെന്ന് ഒന്നിച്ച് പറയല്ല, എഫ്രാത്തയിൽ തന്നെ ജനിക്കും. അപ്പൊ കണ്ടോ, പ്രവചനങ്ങൾ ഒരു ചാലുപോൽ ഒഴുകി വിശാലമാകുന്നതാണ്. ഉൽപ്പത്തിയിൽ സ്ത്രീയുടെ സന്തതി എന്ന് പറയുമ്പോൾ വിലാസം കൃത്യമല്ല. അവിടുന്ന് മുമ്പോട്ട് വരുന്തോറും കൃത്യം യേശുവിനോട് അടുക്കുകയാണ്, അടുത്തടുത്ത് ചെല്ലുകയാണ്. അപ്പോ ഇപ്പൊ സ്ഥലം കൃത്യം പറഞ്ഞു. പിന്നെ ഈ ആളിന്റെ നേച്ചർ പറഞ്ഞു, കന്യക ഗർഭിണിയായി. ഇവിടെയാണ് ഇതിന്റെ രസഭാഗമായ കാര്യം. ഉൽപ്പത്തിയിലെ ദർശനത്തിന്റെ ആ തുടക്കം, ആരംഭ ദശയിൽ മോശയ്ക്ക് ഇത്ര കിട്ടിയുള്ളൂ, സ്ത്രീയുടെ സന്തതി. പക്ഷേ യെശയ്യാവ് വരുമ്പോഴേക്ക് പൂരിപ്പിച്ചു, അത് കേവലം ഒരു സ്ത്രീയല്ല, കന്യകയാണ്. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. യെശയ്യാവ് തന്നെ പൂരിപ്പിച്ചു, അത് കേവലം ഒരു മകനല്ല, അതിനപ്പുറത്ത് നിത്യതയുടെ പിതാവാണ് മകനായിട്ട് വരുന്നത്. നിത്യതയുടെ പിതാവ്, നിത്യപിതാവ് എന്നൊരു പ്രയോഗമുണ്ട് നമ്മുടെ മലയാളത്തിലൊക്കെ. അത് തെറ്റാണ്. ഫാദർ ഓഫ് ഇറ്റേണിറ്റി ആണ്. ഓക്കെ, അപ്പോൾ ഫാദർ ഓഫ് ഇറ്റേണിറ്റി, നിത്യതയുടെ പിതാവ്, സമാധാന പ്രഭു. അപ്പൊ നമുക്ക് ഈ ക്രിസ്തുവിലേക്കാണ് അത് നേരെ കൊണ്ടുപോകുന്നത്. നമുക്കതെല്ലാം അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ പ്രതീക്ഷ എന്താ പറയാ, ആ കൊടുമുടിയിൽ നിന്ന മനുഷ്യരോട് പെട്ടെന്ന് നിരാശ വരുന്നൊരു കാര്യം പറയാം. ഈ മകൻ മരിച്ചു പോകുന്നു. നോക്കണേ, ഈ മകൻ പെട്ടെന്ന് മരിക്കും.
ഭയങ്കര പ്രവചനം എല്ലാം കൊടുത്തിട്ട് ഈ മകൻ മരിക്കും എന്ന് പറഞ്ഞിട്ട് വേദനിക്കും, കഷ്ടപ്പെടും, ത്യാഗം സഹിക്കും, അടിയേൽക്കും, മുറിവേൽക്കും, അതൊക്കെ നമുക്ക് പിന്നീട് പറയാം. അപ്പോ ഇങ്ങനെയുള്ള ഈ പ്രവചനം പറഞ്ഞിട്ട് പറയാം, പക്ഷെ അവൻ കൃതാർത്ഥനാകും, ഉയർത്തെഴുന്നേൽക്കും. അപ്പൊ ഇതൊക്കെ അന്നൊരു മനുഷ്യൻ ഇന്ന് നമുക്കിത് കേട്ടിട്ട് പുതുമയില്ലാത്ത എന്താ? നമ്മുടെ ചരിത്രമായി നമ്മളിതെല്ലാം കണ്ടു. മുറിവേൽക്കുന്നത്, അടിയേൽക്കുന്നത്, മരിക്കുന്നത്, ഉയർത്തെഴുന്നേൽക്കുന്നത് നമ്മൾ കണ്ടു. അതുകൊണ്ട് നമുക്കത് പ്രശ്നമില്ല. പക്ഷെ അന്നത്തെ മനുഷ്യൻ യെശയ്യാവിനെ കുറിച്ചൊക്കെ എന്തായിരിക്കും ധരിച്ചേ? യെശയ്യാവ് ഇതെന്തൊക്കെയായി പറയുന്നത്? ഒന്നാമത് കന്യക ഗർഭിണിയാവെന്ന് പറയുന്നത് തന്നെ തെറ്റ്. രണ്ടാമത് പറയാണ് അത് നിത്യതയുടെ പിതാവാകുമെന്ന് പറയുന്ന അടുത്ത കാര്യം. അത്ഭുത ആലോചനക്കാരൻ, വീരനാം ദൈവം, നിത്യതയുടെ പിതാവ്, സമാധാന പ്രഭു, ഓക്കെ മഷിയല്ലേ. കുറെ കഴിഞ്ഞിട്ട് പറയാ ആള് മരിച്ചു പോകും, പീഡിപ്പിക്കപ്പെട്ടും ചതിക്കപ്പെട്ടും വഞ്ചിക്കപ്പെട്ടും ഒക്കെ അവൻ തകർന്നു പോകുന്ന അവസ്ഥ പറയാ. പിന്നെ പറയാ ഉയർത്തെഴുന്നേൽക്കും. യെശയ്യാവായിരിക്കണം ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ പറഞ്ഞതിന്റെ പേരിൽ ഏറെ മാനസിക പീഡ. കാരണം ഇദ്ദേഹത്തിന്റെ പ്രവചനത്തിന് ഒരു പരസ്പര ബന്ധമില്ലെന്നും അവ വൈരുദ്ധ്യമാണെന്നും ഒക്കെ വേണമെങ്കിൽ അന്നൊരു ക്രിറ്റിസിസം നടത്താം. പക്ഷേ അത് വസ്തുതയായിരുന്നു, അതാ പ്രവചനം. നമ്മൾ കാണുന്ന ചില ദർശനങ്ങൾക്ക് കൊണ്ട് അങ്ങനെ ഒരു പ്രശ്നങ്ങൾ. നമ്മൾ ഈ കാണുന്ന ഒരു ദർശനം റിയലായ ഒരു കാര്യം ആയിരിക്കില്ല. റിയലായ ഒരു കാര്യത്തെ സൂചിപ്പിക്കുന്ന സിംബോളിക്കലായ ഒരു വിഷൻ ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. പക്ഷെ ഇത് കണ്ടിട്ട് നമ്മൾ ഇത് ആരെങ്കിലും പറയാൻ പറ്റുമോ എന്താ ഇത് കണ്ട ഇങ്ങനെയൊക്കെ ഒരു വിചിത്ര കാഴ്ച കാണുക. അപ്പൊ ഈ വിചിത്ര കാഴ്ച അതെന്താ അങ്ങനെ കണ്ടതെന്ന് ചോദിക്കുന്നതിനകത്ത് അർത്ഥമില്ല. കാരണം അതിനൊരു മീനിങ് ഉണ്ട്. മീനിങ് ഇല്ലാതല്ല അത് കാണിക്കുന്നത്. വിശേഷി തന്റെ മക്കളെ ദൈവം കാണിക്കുന്ന പല കാഴ്ചകൾക്കും അർത്ഥസഹിതമായ ഒരു ഉത്തരമുണ്ടെന്നുള്ളതാണ്. ഈ ദർശനങ്ങൾ ഭയങ്കരമാണ്. ദർശനം വളരെ കൃത്യമതയാർന്ന ഒരു കാര്യമാണ്. ഞാൻ ഒരു കിണർ കുഴിക്കുന്ന ഒരു ഏർപ്പാടിലായിരുന്നു നമുക്കുള്ള ഒരു അല്പ സ്ഥലത്ത്. അപ്പൊ ഈ കിണർ കുഴിക്കാനായിട്ട് ചെല്ലുമ്പോൾ വീടിന്റെ അടുത്തൊരു ഈഴവ സഹോദരനാണ്. അപ്പൊ പുള്ളി വന്ന് സൗഹൃദമൊക്കെ കൂടിയിട്ട് പറഞ്ഞു ഇവിടെ കിണർ കുഴിച്ചാൽ പുള്ളിക്ക് അതൊരു ദോഷമാണ്. അപ്പൊ പുള്ളിക്ക് ദോഷമുള്ള സ്ഥലങ്ങൾ തൊട്ട് ഫ്രണ്ടിലെല്ലാം കാണിച്ചു തന്നു. ഞാൻ ചോദിച്ചു ചേട്ടന് ദോഷമുള്ളതെല്ലാം കാണിക്കാൻ പറഞ്ഞു. കാണിച്ചു. അവസാനം ഞാൻ ചോദിച്ചു അപ്പൊ എനിക്ക് ദോഷം വരുന്നോ? അവിടെ നിങ്ങൾക്ക് ദോഷമാണ്, ആർക്കും ദോഷമില്ലാത്തണം കാണിച്ചു തരാം. അപ്പൊ ഞാൻ പറഞ്ഞാ എനിക്ക് ദോഷമുള്ളിടത്ത് തന്നെ കുത്തിയേക്കാന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി അകപ്പാടെ എന്നെ നോക്കിയിട്ട് ഞാനൊരു ദിവാസനെ കൊണ്ടുവന്നു പ്രാർത്ഥിച്ച് ഒരു കൊത്തി ഇവിടെ വട്ടം വരച്ച് കളിച്ചോളാം. ഗുളികൻ ഉദിച്ചോ, സൂര്യനെ കണ്ടോ എന്നൊക്കെ നോക്കി കല്യാണത്തിന് പ്രാർത്ഥിച്ചിറങ്ങുന്നവരെ കണ്ടില്ല. എന്നിട്ട് പറയാ പ്രാർത്ഥിക്കുകയുടെ ചെയ്യാം. കൂടി പോയി കലണ്ടറെ നോക്കിയിട്ട് ഈ പണി ഒപ്പിക്കുന്ന കക്ഷികളുണ്ട്. ഇതൊക്കെയാണ് രസം. പോട്ടെ, ഞാനിന്ന്